എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും നമസ്കാരം. നമ്മളിന്ന് വൃശ്ചിക മാസം 1-ാം തീയതി മുതലുള്ള ജ്യോതിഷ ഫലങ്ങളാണ് പറയുന്നത്. നവംബർ മാസം 17 വൃശ്ചിക മാസം 1-ാം തീയതി സൂര്യൻ തുലാം രാശിയിൽ നിന്നും വൃശ്ചികം രാശിയിലേക്ക് കടക്കുന്നു. ഇതാണ് ഇന്നത്തെ ഏറ്റവും വലിയ ഒരു ഹൈലൈറ്റ്. അത് കൂടാതെ മറ്റുള്ളവർ പറയാൻ സാധ്യതയില്ലാത്ത 1-2 കാര്യങ്ങൾ ചേർത്താണ് ഇന്ന് ജ്യോതിഷം പറയുന്നത്. അതിൻ്റെ കാര്യം നിങ്ങൾക്ക് മനസ്സിലാകുക എന്നുള്ളതാണ് പ്രധാനം. ഇത്രയും കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഇത് പറഞ്ഞു തരികയും കൂടെ ചെയ്യാനായിട്ടാണ് ഇന്ന് ജ്യോതിഷം ചെയ്തിരിക്കുന്നത്. സാധാരണക്കാർക്ക് എത്രയും പെട്ടെന്ന് ജ്യോതിഷ ഫലങ്ങൾ മനസ്സിലാക്കുന്നതിനും ഗ്രഹസഞ്ചാരത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നതിനും വേണ്ടിയിട്ടാണ് നമ്മുടെ പരിശ്രമം ഉണ്ടാവുന്നത്. ഞാൻ പല കാര്യങ്ങളെയും അറിയാൻ വേണ്ടിയിട്ട് യൂട്യൂബിൽ സെർച്ച് ചെയ്യുമ്പോൾ ജ്യോതിഷമല്ല മറ്റു കാര്യങ്ങളെക്കുറിച്ച് സെർച്ച് ചെയ്യുമ്പോഴത്തേക്കിന് ആളുകൾ നമ്മളെ ഇങ്ങനെ വഴിതെറ്റിച്ചുകൊണ്ടിരുന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ ശേഷം അവസാനം എന്തെങ്കിലും ഒരു പോയിന്റ് പറയും. ചിലപ്പോൾ നമുക്കത് മനസ്സിലാകത്തില്ല, അല്ലെങ്കിൽ അത് മനസ്സിലാകും. പക്ഷേ ഇന്ന് ജ്യോതിഷം നമ്മൾ എപ്പോഴും പറയുന്നത് ഒരുപാട് പേർക്ക് മനസ്സിലാകുന്ന രീതിയിലാണ് ജ്യോതിഷം പറയുന്നത്. എത്ര അറിഞ്ഞുകൂടാത്ത ഒരാൾക്കും ഇത് നോക്കിയാൽ പെട്ടെന്ന് അവരുടെ കാര്യം മനസ്സിലാകും. നിങ്ങൾ ക്ഷമയോടുകൂടി മാത്രം വീഡിയോ കാണുക. ഈ ജ്യോതിഷം ആഗ്രഹിക്കുന്ന ആളുകൾ മറ്റ് ചാനലുകളുടെ എല്ലാം പുറകെ പോകേണ്ട കാര്യമില്ല. നമ്മൾ ഈ പറയുന്ന കാര്യം തെറ്റുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ച് നോക്കിയാൽ മതി. ഇന്ന് നമ്മൾ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ വിശേഷപ്പെട്ട ഒരു ഫലമാണ് ഈ വൃശ്ചികം 1-ാം തീയതി മുതൽ വരാൻ പോകുന്നത് എന്ന് നേരത്തെ മുതൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം അതിശക്തമായിട്ടുള്ള ഒരു ഫലസിദ്ധി വരാൻ പോവുകയാണ്. അതായത് ധനപുരോഗതി, ഐശ്വര്യം, തൊഴിൽ പുരോഗതി, ഇഷ്ടകാര്യസിദ്ധി, പ്രണയിക്കുന്നവർക്ക് പ്രണയബന്ധങ്ങൾ, അതുപോലെ തന്നെ പല കാര്യങ്ങളും തടസ്സപ്പെട്ട് കിടക്കുന്നതൊക്കെ മാറുന്നതിനും തൊഴിൽ പുരോഗതി ഉണ്ടാകുന്നതിനും ബിസിനസ്സിൽ വിജയം ഉണ്ടാകുന്നതിനും ഒക്കെ ഒരു മാർഗം. എല്ലാ നക്ഷത്രക്കാർക്കും ഇത് ഗുണകരമായിട്ട് വരും. ദോഷകരമായിട്ട് നിൽക്കുന്ന ഗ്രഹങ്ങൾ ഏതാണെന്ന് ചൂണ്ടിക്കാട്ടിയിട്ട് അതിനുള്ള പ്രതിവിധികളുമാണ് നമ്മൾ ഇന്ന് ജ്യോതിഷത്തിൽ പറയാൻ പോകുന്നത്. പ്രധാനമായിട്ടുള്ള ആദ്യം നിങ്ങൾ എഴുതി വെക്കേണ്ട പോയിന്റ് എന്ന് പറയുന്നത് ഇവിടെ നോട്ട് ചെയ്തിട്ടുണ്ട്. 2-3 കൂട്ടം പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പ്രധാനമായിട്ട് പറയുന്നത്. ഈ വരുന്ന വൃശ്ചിക മാസം 16-ാം തീയതിയോടുകൂടി നമ്മുടെ ജ്യോതിഷഫലമായിട്ട് വ്യാഴം മിഥുനൻ രാശിയിലേക്ക് തിരികെ പ്രവേശിക്കുന്നു. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. ഈ മാസത്തെ ഏറ്റവും വലിയൊരു പോയിന്റാണ്. അതുകൂടാതെ ശനിയുടെ വക്രം വിട്ടൊഴിഞ്ഞു മാറിയിട്ട് ശനിയുടെ നേർഗതിയിലേക്ക് ശനിയുടെ സഞ്ചാരം ഉണ്ടാകുന്നു. അതും വൃശ്ചിക മാസം 16-ാം തീയതിയോടുകൂടി ശനി നേർരേഖയിൽ പൂരുരുട്ടാതി നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്നു. അതുപോലെ തന്നെ വൃശ്ചിക മാസം 15-ാം തീയതിയോടുകൂടി രാഹു ചതയൻ നക്ഷത്രത്തിലേക്ക് വരുന്നു എന്നുള്ളതും ഏറ്റവും വലിയൊരു ഹൈലൈറ്റാണ് ഇപ്പോഴത്തെ ഒരു ജ്യോതിഷ ഫലസിദ്ധി എന്ന് പറയുന്നത്. അപ്പം വൃശ്ചിക മാസത്തിൻ്റെ ഫലസിദ്ധി ഒരു വലിയൊരു ഫലസിദ്ധിയാണ് വരാൻ പോകുന്നത്. ശനി പൂരുരുട്ടാതി നക്ഷത്രത്തിൽ വക്രഗതിയിൽ നിന്നും നേർരേഖയിലേക്ക് പ്രവേശിക്കുന്നു എന്നുള്ളൊരു ഫലസിദ്ധി പറയുന്നുണ്ട്. അതുകൂടാതെ ശുക്രൻ വൃശ്ചിക രാശിയിലേക്ക് വരുന്നു. ബുധൻ തിരിച്ച് തുലാം രാശിയിലേക്ക് വക്രത്തിലേക്ക് മാറുന്ന ഒരു ഫലസിദ്ധിയും കൂടി ഈ മാസമുണ്ട്. അപ്പം ഒരു ഫലസിദ്ധി പറയുകയാണെങ്കിൽ നമുക്ക് ഒരു സർവ ഐശ്വര്യപ്രദമായിട്ടുള്ള ഒരു ഫലസിദ്ധിയാണ് പറയാൻ പോകുന്നത്. അതിൻ്റെ കാര്യം, സൂര്യനെ വ്യാഴം നോക്കുന്ന ഒരു മാസം ആരംഭിക്കാൻ പോകുന്ന ഒരു മാസമാണ്. 30 ദിവസം നമുക്കിനി മുന്നോട്ട് വരാൻ പോകുന്നത്. സൂര്യനെ വ്യാഴം നോക്കുന്നു. സർവ ഈശ്വരത്തിൻ്റെ കാരകനായിട്ടുള്ള വ്യാഴം, ബൃഹസ്പതിയായിട്ടുള്ള വ്യാഴം, ദേവാനാച്ച ഋഷീനാച്ച ദേവന്മാരുടെയും ഋഷിമാരുടെയും ഈശ്വരനായിട്ടുള്ള വ്യാഴം, സർവ അനുഗ്രഹ ഫലദായകനായിട്ടുള്ള വ്യാഴം, സൂര്യഭഗവാനുമായിട്ട് ദൃഷ്ടി വരുന്നു. പരസ്പരം ദൃഷ്ടിയില്ല, സൂര്യനെ ദൃഷ്ടി ചെയ്യുന്നു വ്യാഴത്തിൻ്റെ. അപ്പോൾ നമുക്ക് വളരെയധികം ഫലസിദ്ധി നേടുകയും തൊഴിൽ പുരോഗതി ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടും ധനപുരോഗതി ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ കടബാധ്യതകൾ വിട്ടൊഴിഞ്ഞു മാറുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ സർവ്വ ഐശ്വര്യം ഉണ്ടാകണമെന്നും രോഗശാന്തി ഉണ്ടാകണമെന്നും മനസ്സിലാഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നടത്തണം എന്ന് ആഗ്രഹിക്കുന്ന ഓരോരുത്തർക്കും ഒരു ഫലസിദ്ധിയാണ് പറയുന്നത്. ഇത്രയും ആമുഖമായിട്ട് പറഞ്ഞ ശേഷം നമുക്ക് അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് പേര് അറിയാൻ വയ്യാത്ത ആളുകളാണല്ലോ ഈ ജ്യോതിഷത്തിൻ്റെ കാര്യങ്ങൾ ഇരുന്ന് നോക്കുന്നത്. അപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഞാനിത് പറയുന്നതുകൊണ്ട് യാതൊരു അർത്ഥവുമില്ല. രണ്ടാമത്തെ ഒരു കാര്യം, യൂട്യൂബ് ചാനലിൽ നിന്ന് അല്ലെങ്കിൽ നമുക്ക് ഈ ചാനൽ കാണുന്ന ആളുകളിൽ നിന്ന് നമ്മൾ മോണിറ്റൈസേഷൻ ചെയ്തിട്ട് പൈസ വാങ്ങണം. ഇതങ്ങനെ ഒരു കാര്യവും ചെയ്യാതെ 2 കാര്യങ്ങളുടെ ഇടയ്ക്ക് നിന്നിട്ട് നമ്മൾ ഈ ജ്യോതിഷം പറയുമ്പോൾ ഒന്നുകിൽ നിങ്ങൾക്ക് മനസ്സിലാകണം, അല്ലെങ്കിൽ എനിക്ക് ഇത് പറയുന്നത് കൊണ്ട് സാമ്പത്തിക നേട്ടം ഉണ്ടാകണം. അപ്പോൾ സാമ്പത്തിക നേട്ടമില്ല, നിങ്ങൾക്ക് മനസ്സിലാകുന്നെങ്കിൽ ഈ ചാനലിൽ നിങ്ങൾക്ക് പിന്തുടർന്ന് മുന്നോട്ട് പോകാം. അതല്ലെങ്കിൽ നിങ്ങളിത് ഒരു കാരണവശാലും സബ്സ്ക്രൈബ് ചെയ്യരുത് എന്നാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് ഈ ചാനൽ ഇനിയും കാണണം, അല്ലെങ്കിൽ ഇനി നമ്മൾ പറയുന്ന കാര്യം നിങ്ങൾക്ക് കേൾക്കണം എന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ അത് നിങ്ങൾ ഫോളോ ചെയ്യുക, അല്ലെങ്കിൽ വെറുതെ ഫോളോ ചെയ്യരുത്. നമുക്ക് വരുമ്പോൾ കണ്ടാൽ മതി. അപ്പോൾ
ഇന്ന് നമ്മളിത് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്, കഴിഞ്ഞ 3-4 വീഡിയോയിൽ ആളുകൾ ഇങ്ങനെ ഒരുപാട് പ്രാവശ്യമായിട്ട് എന്നോട് പറഞ്ഞു, നമുക്ക് നമ്മൾ ഇത് പറയുന്നുണ്ടെങ്കിലും അവർക്കത് മനസ്സിലാകുന്നില്ല എന്ന് പറയുന്നുണ്ട്. ഇതാ ഇവിടെ നോക്കിക്കോ, മേടക്കൂറാണ് ഇതാണ്ട് ഇത് ഫസ്റ്റ് മേടക്കൂറ്. ഇതാണ് നിങ്ങൾക്ക് ഫസ്റ്റ് എന്ന് തോന്നുന്നതെങ്കിൽ രാശിചക്രത്തിലെ മേടമാണ് ഫസ്റ്റ്. മേടം, ഇടവം, മിഥുനം, കർക്കിടകം, ചിങ്ങം, കന്നി രാശി, തുലാൻ രാശി, വൃശ്ചികൻ രാശി, ധനുരാശി, മകരൻ രാശി, കുംഭൻ രാശി, മീനൻ രാശിയാണ് അവസാന രാശി എന്ന് പറയുന്നത്. ഇവിടെ ഏതൊക്കെ നക്ഷത്രക്കാരാണ് വരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അശ്വതി, ഭരണി, കാർത്തിക കാലുഭാഗം ആണ് ഇവിടെ വരുന്നത്. നിങ്ങളുടെ ചന്ദ്രൻ ഇവിടെ ആയിരിക്കും എന്ന് നിങ്ങൾ നോട്ട് ചെയ്ത ശേഷം നിങ്ങൾ നോക്കുക. ഇത് അറിഞ്ഞുകൂടാത്ത ഒരുപാട് പേര് മെസ്സേജിലൂടെ ചോദിക്കുന്നത് കൊണ്ടാണ് എനിക്കിത് പറയേണ്ടി വരുന്നത്. അറിയാവുന്നവർക്ക് നല്ല രീതിയിൽ ഇതിനെക്കുറിച്ച് അറിയാം. കാർത്തികയുടെ മുക്കാൽ ഭാഗവും രോഹിണിയും മകേരത്തിന്റെ അരയും വരുന്നവർ ഇവിടെ വരും. അതിന് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട്, നിങ്ങൾ മകേരത്തിന്റെ അരക്കാരാണോ കാർത്തിക മുക്കാലിൽ പെടുന്നവരാണോ എന്ന് എങ്ങനെ അറിയാം എന്ന് ചോദിച്ചാൽ, നിങ്ങളുടെ ജാതക പ്രകാരം നിങ്ങളുടെ ഗ്രഹനില ഉണ്ടെങ്കിൽ അതിൽ ചന്ദ്രനെ ഇവിടെ ആയിരിക്കും നോട്ട് ചെയ്തിരിക്കുന്നത്. അപ്പം അത് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലായി. അതുകൂടാതെ മകേരത്തിന്റെ അരഭാഗവും തിരുവാതിരയും പുണർദത്തിന്റെ മുക്കാൽ ഭാഗവും ചേരുന്നത് ഇവിടെ ആയിരിക്കും ചന്ദ്രൻ വരുന്നത്. അതും പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ഇത് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾ അപ്പം മിഥുനക്കൂറുകാരനാണെന്നും നിങ്ങളുടെ മിഥുനക്കൂറിന്റെ ചന്ദ്രലഗ്നാധിപൻ ബുധനാണെന്നും ഇതാ ഇവിടെ നോട്ട് ചെയ്തിട്ടുണ്ട്. കാർത്തിക മുക്കാല് രോഹിണി മകേരത്തരക്കാരുടെ ഇടവക്കൂറാണെന്നും ഇതിന്റെ അധിപൻ ശുക്രനാണെന്നും ഇതാ ഇവിടെ ചെറുതായിട്ട് നോട്ട് ചെയ്തിട്ടുണ്ട്. അശ്വതി, ഭരണി, കാർത്തിക കാലുകാർക്ക് മേടമാണ് നിങ്ങളുടെ ചന്ദ്രലഗ്നമെന്നും ചൊവ്വയാണ് നിങ്ങളുടെ നക്ഷത്ര ചന്ദ്രലഗ്ന അധിപനെന്നും ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ പൂരുരുട്ടാതി കാൽ, ഉത്തരട്ടാതി, രേവതി നക്ഷത്രം എഴുതി വെച്ചിട്ടുണ്ട്. ഉത്തരട്ടാതി, രേവതി, പൂരുരുട്ടാതി കാൽ ഭാഗം ഇത്രയും വരുന്ന നിങ്ങൾ വ്യാഴമാണ് നിങ്ങളുടെ ജാതകപ്രകാരം ചന്ദ്രലഗ്നാധിപൻ, മീനമാണ് നിങ്ങളുടെ കൂറെന്നും ഇവിടെ നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്നു. ഇത് കഴിഞ്ഞാൽ നമ്മൾ ഇതാണ്ട് പുണർദത്തിൽ കാല്, പൂയം, ആയില്യം വരുന്ന നക്ഷത്രക്കാർക്ക് മനസ്സിലാക്കാൻ നിങ്ങളുടെ ചന്ദ്രലഗ്നാധിപൻ ചന്ദ്രന്റെ തന്നെയാണെന്നും നിങ്ങൾ കർക്കിടക കൂറിൽ പെടുന്നവരാണെന്നും നിങ്ങൾക്ക് നോട്ട് ചെയ്ത് വെക്കാൻ സാധിക്കും. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് വ്യാഴം സഞ്ചരിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കാം. വ്യാഴം ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന പുണർദത്തിൽ കാലിലാണ്. അത് പുണർദത്തിൽ മുക്കാലിലേക്ക് തിരികെ വരുന്നു. അപ്പൊ പുണർദത്തിൽ കൂടെയാണ് ആര് പോയിക്കൊണ്ടിരിക്കുന്നത്? വ്യാഴം പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ 2.25 നക്ഷത്രം ഉള്ളതിൽ നിന്നും ഇപ്പൊ വ്യാഴം സഞ്ചരിക്കുന്നത് എവിടെയാണ്? പുണർദ നക്ഷത്രത്തിലാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ ഭാഗം കൊണ്ട്. അതുകൂടാതെ രാഹു ഏത് നക്ഷത്രത്തിലാണ് സഞ്ചരിക്കാൻ പോകുന്നത്? ഈ വരുന്ന വൃശ്ചികം 15 മുതൽ ചതയം നക്ഷത്രത്തിലൂടെയാണ് രാഹുവിന്റെ സഞ്ചാരം വരാൻ പോകുന്നത്. തിരുവാതിര, ചോതി, ചതയം നക്ഷത്രക്കാരുടെ നക്ഷത്രത്തിന്റെ അധിപനായിട്ടുള്ള ഗ്രഹവും രാഹുവും കൂടിയാണ്. അത് നിങ്ങൾക്ക് ഒരു ഗുണഫലം കൂടിയാണ് വരാൻ പോകുന്നത്. ഇത് നേരെ തിരിച്ചായിരിക്കും ആളുകൾ പറഞ്ഞു തരാൻ പോകുന്നത്. തിരുവാതിര നക്ഷത്രക്കാരും തിരുവാതിര, ചോതി നക്ഷത്രക്കാരും ചതയം നക്ഷത്രക്കാരുടെയും ദശാനാഥൻ, ഇങ്ങനെ തന്നെ എഴുതി വെക്കണം, ദശാനാഥൻ, നിങ്ങൾ ജനിച്ച ദശാനാഥൻ, നിങ്ങളുടെ അച്ഛൻ എന്ന് പറയുന്നത് പോലെ തന്നെയുള്ള ഒരു ഗ്രഹമായിരിക്കും രാഹു. അപ്പം നിങ്ങൾ നാഗദൈവ പ്രീതിയാണ് സ്ഥിരമായിട്ട് വരുത്തേണ്ടത്. നാഗങ്ങളുടെ നക്ഷത്രം എന്നുകൂടെ വേണേൽ പറയാം. തിരുവാതിര, ചോതി, ചതയം രാഹുറ ദശയിലായിരിക്കും ജനിക്കുന്നത്. അപ്പം ചതയ നക്ഷത്രത്തിലേക്ക് രാഹുവിൻ്റെ ഒരു പ്രവേശം ഉണ്ടാകാൻ പോകുന്നു. ഇതൊരു വലിയ പ്ലസ് പോയിന്റും കൂടാണ്. അതുകൂടാതെ വ്യാഴത്തിൻ്റെ രാശി മാറ്റം നിങ്ങൾക്കൊരു ഗുണം വരാൻ പോകുന്നു. ആർക്ക്? കുംഭക്കൂറുകാർക്ക് ഒരു 2.5 മാസമായിട്ട് ഈ ഡിസംബർ 4 വരെ വ്യാഴം, ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ, കർക്കിടകത്തിലേക്ക് മാറിയ ആൾ തിരിച്ച് വൃശ്ചികം 16 ഡിസംബർ 4 ഓർത്തിരുന്നാൽ മതി. അന്നൊരു വലിയ സംഭവങ്ങളൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്. അതിൻ്റെ ഒരു ഗുണഫലം ആർക്കൊക്കെ വരുന്നു എന്ന് ഇപ്പം തന്നെ പറയാൻ പോവുകയാണ്. എല്ലാവരെയും നോട്ട് ചെയ്താൽ മതി. അപ്പം നമുക്കിവിടെ നമ്മൾ പറഞ്ഞു പുണർദത്തിൽ കാല്, പൂയ, ആയില്യക്കാരുടെ കാര്യം പറഞ്ഞു. അതാണ്ട് ഇവിടെ നോക്കിക്കോ, അവിട്ടത്തിൻ്റെ അര, ചതയം, പൂരുരുട്ടാതി, മുക്കാല് നക്ഷത്രക്കാരുടെ ചന്ദ്രലഗ്നാധിപൻ ആരാണ്? ശനിയാണ്. ഇതാണ്ട് ഇവിടെ ശനി. നിങ്ങൾക്ക് മനസ്സിലാക്കണം, നിങ്ങൾ ഇത്രയും പേരുടെ ചന്ദ്രലഗ്നാധിപൻ, നിങ്ങളൊരു പേനയും പേപ്പർ എടുത്ത് വെച്ചിട്ട് വേണം ഇത് നോട്ട് ചെയ്യാനായിട്ട്. അപ്പം ആരായി? ശനിയായി. നിങ്ങൾ ഏത് കൂറുകാരനാണ്? കുംഭത്തിൻ്റെ കൂറുകാരനാണ്. ഇത് മനസ്സിലായില്ലെങ്കിൽ നിങ്ങളുടെ ഗ്രഹനില ഉണ്ടെങ്കിൽ നിങ്ങളുടെ ചന്ദ്രനെ ഇവിടെ ആയിരിക്കും അടയാളപ്പെടുത്തിയിരിക്കുന്നത്. അടുത്തതായിട്ട് നമ്മൾ പറയുന്നതാണ് ഇവിടെ നോക്കിക്കോ, മകം, പൂരം, ഉത്രത്തിൻ്റെ കാലുകാര്. നിങ്ങൾ ഏത് രാശിയിൽ വരുന്നവരാണ്? ചിങ്ങക്കൂറിൽ വരുന്നവരാണ്. നിങ്ങളുടെ ചന്ദ്രലഗ്നത്തിൻ്റെ അധിപൻ ആരാണ്? സൂര്യനാണ്. ഇപ്പോൾ നിങ്ങളുടെ മകം, പൂരം, ഉത്തരം നക്ഷത്രക്കാരായിട്ടുള്ള ചിങ്ങക്കൂറിൽ ആര് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു? കേതു സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. മനസ്സിലായല്ലോ. അടുത്തതായിട്ട് നമ്മൾ ഉത്തരത്തിൻ്റെ മുക്കാൽ ഭാഗം, 4-ൽ 3 ഭാഗവും അത്തം, ചിത്തിരയുടെ 4 പാദത്തിൻ്റെ 2 ഭാഗവും ഉള്ള ഭാഗമാണ് കന്നിക്കൂറെന്ന് പറയുന്നത്. ഉത്തരത്തിൻ്റെ മുക്കാൽ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, 4 പാദമാണ് ഒരു നക്ഷത്രത്തിനുള്ളത്. അതിൽ 1-ാം പാദം, 2-ാം പാദം, 3-ാം പാദം, 1-ാം കാൽ, 2-ാം കാൽ, 3-ാം കാൽ, 4 കാലെന്ന് പറയും. ഒരു നക്ഷത്രത്തിൻ്റെ 4 കാലുള്ളതിൽ ഉത്തരത്തിൻ്റെ 3 കാൽ ഇവിടെയും വരും, അത്തത്തിൻ്റെ 4 കാലും വരും, ചിത്തിരയുടെ 2 കാലും വരും. ഇങ്ങനെ വരുന്ന നക്ഷത്രത്തെയാണ് 4, 3, 7, 2, 9 പാദങ്ങൾ വരുന്നതിനെയാണ് ഒരു രാശി എന്ന് പറയുന്നത്.
ഇപ്പം ഇത്രയും മനസ്സിലായല്ലോ. നിങ്ങളുടെ കൂറ് എന്ന് പറയുന്നത് കണ്ട കന്നിയാണ്, കന്നിക്കൂറുകാരാണ് നിങ്ങൾ. നിങ്ങളുടെ ചന്ദ്രലഗ്നാധിപൻ ബുധനാണെന്നും കൂടി മനസ്സിലാക്കണം. അടുത്തതായിട്ട് നമ്മൾ പറയുന്നു ശുക്രൻ നിങ്ങളുടെ നിൽക്കുന്നത് ഇപ്പോൾ നിലവിൽ ഇവിടെയാണ്, ഇങ്ങോട്ട് മാറാൻ പോകുന്നുണ്ട്. ആ രാശി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. വൃശ്ചിക മാസത്തിൽ ഇങ്ങോട്ട് മാറുന്നുണ്ട്. ശുക്രൻ്റെ രാശി മാറ്റം വരുന്നുണ്ട്. നവംബർ മാസം 26-ാം തീയതി ഏകദേശം 9-ാം തീയതിയോടുകൂടി ശുക്രൻ വൃശ്ചികൻ രാശിയിലേക്ക് മാറുന്നുണ്ട്. അതവിടെ നിൽക്കട്ടെ. ചിത്തിരയുടെ 2 പാദം, ചോതി വിശാഖത്തിൻ്റെ 3 ഭാഗവും ചേരുന്നത് തുലാക്കൂറ് നിങ്ങളുടെ അധിപൻ ശുക്രനാണെന്ന് പറഞ്ഞു. ഇത് കഴിഞ്ഞ തവണയും അതിൻ്റെ അങ്ങേ തവണയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ആളുകൾ വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ ഫോളോ ചെയ്യുന്നവർ നമ്മളോടൊരു കാര്യം ചോദിക്കുമ്പോൾ അവർക്ക് മറുപടി കൊടുക്കാൻ ചിലപ്പം കമൻറ്റ് ബോക്സിൽ സമയം കിട്ടത്തില്ല. അതിന് പകരമായിട്ട് വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകാനും അറിയാൻ വയ്യാത്ത ഇനിയും പുതിയ പുതിയ ആളുകൾ വരുമല്ലേ, അവർക്കും മനസ്സിലാകട്ടെ. അപ്പം അത് മനസ്സിലായി. വിശാഖത്തിൻ്റെ കാൽഭാഗം 4-ലെ 1 പാദം മാത്രമേ ഇവിടെ വരുന്നുള്ളൂ. വിശാഖത്തിൻ്റെ കാൽഭാഗം അനിഴവും തൃക്കേട്ടയും വരുന്ന നിങ്ങൾ വൃശ്ചികത്തിൻ്റെ കൂറുകാരും ചൊവ്വയാണ് അധിപനെന്നും, മൂലം പൂരാട ഉത്രാടത്തിൻ്റെ കാലുകാരായിട്ടുള്ള നിങ്ങൾ ധനുക്കൂറുകാരനാണെന്നും വ്യാഴമാണ് നിങ്ങളുടെ ചന്ദ്രലഗ്നാധിപനെന്നും മനസ്സിലാക്കി. ഉത്രാടത്തിൻ്റെ മുക്കാല്, തിരുവോണം, അവിട്ടത്തിൻ്റെ അര വരുന്നവർ നേരത്തെ പറഞ്ഞെന്ന് തോന്നുന്നു. ഒന്നുകൂടെ പറയാം, ശനിയാണ് നിങ്ങളുടെ ചന്ദ്രലഗ്നാധിപൻ. നിങ്ങൾ മകരക്കൂറുകാരനാണ്. അപ്പം നിങ്ങൾ ഏത് കൂറുകാരനാണെന്ന് പെട്ടെന്ന് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ ഇതാ ഇവിടെ നോക്കിയാൽ മതി. ചന്ദ്രൻ 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 ചന്ദ്രൻ. അപ്പം നിങ്ങളുടെ ജാതക പ്രകാരം ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ചന്ദ്രൻ. ഇത് കൂടാതെ നിങ്ങളുടെ ഗ്രഹനിലയിൽ ല എന്ന് അടയാളപ്പെടുത്തിയൊരു ഭാഗങ്ങളും ഈ ല സമം ലഗ്നം എന്ന് വിചാരിച്ചോണം. ലഗ്നത്തിൻ്റെ ചുരുക്കെഴുത്താണ് ലഗ്നം. ലഗ്നം എന്ന് വെച്ചാൽ എന്താണ് എന്നുള്ളതിൻ്റെ ഭാഗം പെട്ടെന്ന് പറയാം. നമ്മുടെ ഭൂമി, ഉരുണ്ട ഭൂമിയിൽ സൂര്യൻ ഇവിടെ നിൽക്കുമ്പോൾ ഭൂമിയുടെ സഞ്ചാരം കൊണ്ട് സൂര്യൻ്റെ പ്രകാശം ഭൂമിയുടെ ഓരോ ഭാഗത്തായിരിക്കും തട്ടുന്നത്. അതിനാൽ സമയവ്യത്യാസം നമുക്കറിയാം. ഇന്ന് കേരളത്തിൽ, ഇന്ത്യയിൽ ഒരു സമയമാണെങ്കിൽ മലേഷ്യയിൽ 2.5 മണിക്കൂർ വ്യത്യാസമുണ്ട്. തായ്ലൻഡിൽ 2.5 മണിക്കൂർ വ്യത്യാസമുണ്ട്. സിംഗപ്പൂർ വേറൊരു സമയമായിരിക്കും, 6 മണിക്കൂറോളം വ്യത്യാസം കാണും. അമേരിക്കയിൽ 12 മണിക്കൂറിനകം വ്യത്യാസം കാണിക്കുന്നുണ്ട്. അങ്ങനെ ഓരോ രാജ്യത്തിൻ്റെ സമയം പറയുന്നില്ല. ഇതിൻ്റെ സമയക്രമം വരാൻ കാരണം ഇവിടെ നമുക്ക് ഇത്രയും ഭാഗത്ത് സൂര്യൻ്റെ പ്രകാശം തട്ടുമ്പോൾ ഇത്രയും ഭാഗക്കാർക്ക് പകലായിരിക്കും. അതിൻ്റെ സമയ വ്യത്യാസവും കാണും. 9:45, 6:45, 5:45 ഇങ്ങനെ പോവുകയും ചെയ്യും. അപ്പോൾ സൂര്യൻ്റെ പ്രകാശം കറക്റ്റായിട്ട് വന്നിരിക്കുന്ന മേഖലയാണ് നിങ്ങൾ ജനിച്ച സമയത്ത് ഭൂമിയിൽ എവിടെയാണ് ഉദയം നടക്കുക എന്ന് പറയും. ഉദയം നടന്നുകൊണ്ടേയിരിക്കുകയാണ്. 24 hours ഉദയം നടക്കുകയാണെന്ന് പറഞ്ഞാൽ സത്യമാണ്. ഓരോ രാജ്യത്ത് ഇപ്പോൾ ഉദയം നടക്കുന്നുണ്ട്. 6:45 ചിലപ്പോൾ ഇപ്പം നമ്മുടെ ഇവിടെ 6:45 ആകുമ്പോൾ അവിടെ വൈകിട്ട് 6:45 ആവുന്നവരുണ്ട്, അസ്തമയാവുന്ന സമയമുണ്ട്. അപ്പം അതൊക്കെ പറയുന്നത് ഇത് മനസ്സിലാക്കാൻ അറിവില്ലാത്ത, ജ്യോതിഷത്തെക്കുറിച്ച് അറിഞ്ഞുകൂടാത്തവർക്ക് മനസ്സിലാക്കാനുള്ള ഒരു ക്ലാസ്സാണ് നമ്മൾ ഇത് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ ഒരുപാട് കുട്ടികൾക്കും അതിൻ്റെ ക്ലാസ്സുകൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഓൺലൈൻ ക്ലാസ്സാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങളോട് പറയാറുണ്ട് ജ്യോതിഷം നോക്കിക്കോളാൻ. നേരത്തെ നമ്മളിവിടെ എടുത്തുകൊണ്ടിരുന്ന ക്ലാസ് ഇപ്പോൾ ഓൺലൈനാക്കിയിരിക്കുകയാണ്. ഒരുപാട് ഫലസിദ്ധി, കാരണം നിങ്ങൾക്ക് വീണ്ടും വീണ്ടും ഇത് കാണാം. മനസ്സിലായല്ലോ. അപ്പം നിങ്ങൾ ജനിച്ച സമയത്ത് സൂര്യോദയം നടത്തുന്ന രാശിയാണ് ലഗ്നം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ജാതകം എടുക്കുമ്പോൾ ല എന്നിവിടെ അടയാളപ്പെടുത്തിയിരിക്കുന്നു എന്ന് വിചാരിക്കുക. വേറൊരാളുടെ ല ഇവിടെയാണ് അടയാളപ്പെടുത്തിയില്ല എന്ന് വെച്ചാൽ ലഗ്നം എന്ന് വിചാരിക്കുക. അപ്പം നിങ്ങളുടെ ഇത് പറയുന്ന അതേപോലെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. എൻ്റെ ലഗ്നാധിപൻ ആരാണ്? ശനിയാണ്. എൻ്റെ ലഗ്നം ഏതാണ്? മകരലഗ്നമാണ്. അപ്പോൾ ചന്ദ്രനും ഇവിടെ തന്നെ ലായും ചായും കൊണ്ട് ഒരുമിച്ച് വരുവാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കണം ഇവിടെയാണ് നിങ്ങളുടെ ലഗ്നം വന്നു, നിങ്ങളുടെ ചായ ഇവിടെയാണ് നിൽക്കുന്നതെന്ന് വിചാരിക്കും, ചന്ദ്രൻ. അപ്പം ലഗ്നത്തിൻ്റെ ഫലം 100%, ചന്ദ്രൻ്റെ ഫലം അതിൻ്റെ പകുതി ഫലവും, ശുക്രൻ്റെ ഫലം അതിൻ്റെ പകുതിയായിട്ട് നിൽക്കുമെന്നാണ് പറയുന്നത്. ചന്ദ്രൻ്റെ ഫലത്തിൻ്റെ പകുതി. പക്ഷേ ജ്യോതിഷം പറയുമ്പോൾ നമുക്കിപ്പോൾ നക്ഷത്ര ഫലം പറയുമ്പോൾ ലഗ്നത്തിൻ്റെ ഫലം പറയണമെങ്കിൽ ലഗ്നം നിങ്ങളുടെ ജാതക പ്രകാരമെങ്കിലേ അറിയാൻ പറ്റുള്ളൂ. ഒരാളുടെ ഡേറ്റ് ഓഫ് ബർത്ത് അയച്ചു തരുമ്പോൾ അവരുടെ ജാതകം കണ്ടുപിടിക്കാം. ഇതിപ്പോൾ ഒരാളുടെ ഗ്രഹനിലയാണ് എന്ന് നിങ്ങൾ കരുതുക. ഇത് പഠിപ്പിക്കുന്ന ഒരു ക്ലാസ് കൂടെ ആയതുകൊണ്ടാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ മുഴുവനായിട്ട് കേൾക്കുക. ഫലം പറയാൻ പോകുന്നുണ്ട്, എങ്കിലും പെട്ടെന്ന് ഈ കാര്യം കൂടെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കത് കൂടുതൽ അത് മനസ്സിലാക്കും. ഇതൊരാളുടെ ഗ്രഹനിലയാണെന്ന് വിചാരിക്കുക. ഇവിടെ ലഗ്നം നമ്മൾ ഇവിടെ അടയാളപ്പെടുത്തിയിരിക്കുന്നില്ല, ഇവിടെ ഒരു ലഗ്നമുണ്ട്. അപ്പോൾ ഇതൊരാളിൻ്റെ ലഗ്നമാണ് എന്ന് പറയാൻ പറ്റും. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇന്നൊരു കുട്ടി ജനിക്കുക, ഇവിടെ ലഗ്നം വരാമല്ലോ. അപ്പോൾ ഇവിടെ നക്ഷത്രം വരാമല്ലോ. ഒരു കുട്ടി ജനിച്ച ദിവസമാണ്. അപ്പം ഈ കുട്ടിയുടെ ജാതക പ്രകാരം ലഗ്നം ഏതാണ്? മകരലഗ്നം. ഈ കുട്ടി ജനിച്ചത് മകരലഗ്നത്തിലാണ്. നിങ്ങളുടെ അധിപൻ ആരാണ്? ശനിയാണ്. ഈ കുട്ടിയുടെ ലഗ്നാധിപൻ ശനിയാണ്.
ഈ കുട്ടിയുടെ ചന്ദ്രലഗ്നം ആരാണ്? ബുധനാണ്. ചന്ദ്രന്റെ ലഗ്നാധിപൻ ബുധനാണ്. ബുധൻ ഒരു കൈ വെച്ച് ഇങ്ങനെ എഴുതുന്നതുകൊണ്ടാണ് അക്ഷരം ഇങ്ങനെ പോകുന്നത്. അപ്പം നിങ്ങളുടെ ചന്ദ്രലഗ്നാധിപൻ ബുധനാണെന്നും നിങ്ങളുടെ നക്ഷത്രം ഇതിലേതെങ്കിലും ഒന്നായിരിക്കും. ഉത്തരത്തിൻ്റെ മുക്കാലോ അത്തവും ചിത്തിര അരയിൽപ്പെട്ടാലാണ് അത്തമാണെന്ന് വിചാരിക്കുക. അപ്പം ഈ കുട്ടിയുടെ ജാതകപ്രകാരം ചന്ദ്രലഗ്നാധിപൻ ബുധനും അതുപോലെ ലഗ്നാധിപൻ സൂര്യലഗ്നാധിപൻ വന്നിട്ട് മകരവുമായിരിക്കും. ഇതെന്തിനാണ് ഇങ്ങനെ പറയുന്നത് തിരുമേനി, അല്ലെങ്കിൽ എന്താണ് ജ്യോതിഷ്യ നിങ്ങൾ ഇങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ലഗ്നം കൊണ്ട് ചിലപ്പം കാര്യമായിട്ട് എന്തെങ്കിലും അനുകൂലവും കാണും ദോഷവും കാണും. ചന്ദ്രനെ കൊണ്ട് അനുകൂലവും ദോഷമായിട്ടും കാണും. അപ്പോൾ ഇതിനെ രണ്ടിനെയും കൂടെ കമ്പയർ ചെയ്തിട്ടായിരിക്കും നിങ്ങളുടെ ജീവിതത്തിലെ ഫലങ്ങൾ വരുന്നത് എന്നുള്ളതാണ് ജ്യോതിഷ ഫലം. ഈ ലഗ്നഫലം പറയണമെങ്കിൽ ഓരോരുത്തരുടെയും ഗ്രഹനില എടുത്ത് നോക്കിയെങ്കിൽ മാത്രമേ അതിൻ്റെ, ഇപ്പം ഈ കുട്ടിയുടെ ഈ ജനിച്ച ഒരാളുടെ നോക്കിക്കോ, ധനസ്ഥാനത്ത് രാഹു, ലഗ്നാധിപൻ വന്ന് 3-ാം ഭാവം കുടുംബസ്ഥാനത്ത് നിന്ന് നിൽക്കുന്നു. 4-ാം ഭാവത്തിൽ ഗ്രഹങ്ങളൊന്നുമില്ല. ഇതിൻ്റെ അധിപൻ ചൊവ്വയാണ്. കണ്ടേ ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഈ ചൊവ്വ വന്നിട്ട് ഈ കുട്ടിക്ക് എവിടെ നിൽക്കുന്നു? ഇവിടെ നിൽക്കുന്നു, ലാഭസ്ഥാനത്ത് നിൽക്കുന്നു. ഈ കുട്ടിയുടെ കാര്യമാണ് പറയുന്നത്. ഇതുപോലെ നിങ്ങളുടെ ജാതകത്തിൽ നിങ്ങൾ ലാഭസ്ഥാനം 11-ാം ഭാവം, 4-ാം ഭാവം ഗൃഹസ്ഥാനം, 3-ാം ഭാവം കുടുംബസ്ഥാനം, അവിടെ നിന്നാൽ എന്താണ് തിരുമേനി? കുടുംബപരമായിട്ടുള്ള പ്രയോജനങ്ങളൊക്കെ വന്നു ചേരും. നല്ല ഗ്രഹങ്ങൾ, ലഗ്നാധിപൻ ഇപ്പം ഈ കുട്ടിക്ക് 3-ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. പൂർവികമായ കുടുംബപരമായിട്ടുള്ള ഗുണങ്ങൾ, കുടുംബപരമായിട്ടുള്ള മേന്മകളൊക്കെ പറയാം. ലഗ്നാധിപൻ വന്ന് കുടുംബസ്ഥാനത്ത് വന്ന് നിന്ന് കഴിഞ്ഞാൽ വ്യാഴത്തിൻ്റെ ക്ഷേത്രത്തിൽ വന്ന് നിൽക്കുകയാണ്. ക്ഷേത്രം എന്ന് വെച്ചാൽ ആ രാശിയിൽ വന്ന് നിൽക്കുകയാണ് ഈ കുട്ടിയുടെ ലഗ്നാധിപൻ. അങ്ങനെ പറഞ്ഞു വരുമ്പോൾ ഈ കുട്ടിയുടെ ജാതകപ്രകാരം 12-ാം ഭാവത്തിൻ്റെ അധിപനും 3-ാം ഭാവത്തിൻ്റെ അധിപനായിട്ടുള്ള വ്യാഴം ഈ കുട്ടിക്ക് ഉച്ചരാശിയിൽ നിന്നുകൊണ്ട് ലഗ്നത്തെ നോക്കുന്നു, ലാഭസ്ഥാനത്തേക്ക് നോക്കുന്നു. 3-ാം ഭാവമായിട്ടുള്ള ശനിയെയും ആര് നോക്കുന്നു? വ്യാഴം നോക്കുന്ന സമയത്താണ് ഈ കുട്ടി ജനിച്ചിട്ടുള്ളത്. ആയുസ്സിൻ്റെ സ്ഥാനം തിരുമേനി എങ്ങനെ വരും? ആയുസ്സിൻ്റെ സ്ഥാനത്ത് കേതുവാണ് നിൽക്കുന്നത്. അവിടെ പൂർണ്ണായുസ് കിട്ടുന്നതിന് ചിലപ്പോൾ പ്രയാസം വരാൻ സാധ്യതയുണ്ട്. കൂടാതെ മാരകസ്ഥാനമായിട്ടുള്ള 11-ാം ഭാവത്തിലേക്ക് സൂര്യൻ്റെ മാറ്റവും വന്നിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. അത് നിങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞാൽ ചിലപ്പോൾ ഒന്നും മനസ്സിലാവത്തില്ലെങ്കിൽ പോലും അത് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നു. അപ്പോൾ ഇതിൻ്റെ 12 ഭാവങ്ങളാണിത്. 2-ാം ഭാവം ധനസ്ഥാനം, 3-ാം ഭാവം കുടുംബസ്ഥാനം, 4-ാം ഭാവം ഗൃഹസ്ഥാനം, 5-ാം ഭാവം സന്താനം, മനസ്സിൻ്റെ സ്ഥാനം. ഈ കുട്ടിയുടെ ഇവിടെ ആരും ഇല്ലാന്ന് നമ്മൾ വിചാരിക്കും, ഇവിടെ ആരും ഇല്ലല്ലോ. 5-ാം ഭാവം മനസ്സിൻ്റെ സ്ഥാനം. ഇതിൻ്റെ അധിപനുണ്ട്, ഇവിടെ എൻ്റെ വീടിൻ്റെ ഉടമസ്ഥനുണ്ട്, അദ്ദേഹം എന്താ ഇവിടെ ഇരിക്കുക. ഈ കുട്ടിയുടെ കർമ്മസ്ഥാനത്ത് നിൽക്കുകയാണ്. കർമ്മസ്ഥാനം, തൊഴിൽ സ്ഥാനത്തൊക്കെ ശുക്രൻ വന്നു കഴിഞ്ഞാലുണ്ടല്ലോ, ഇവരൊരു കാലത്തും ജ്യോതിഷം നോക്കേണ്ടി വരത്തില്ല. ഇഷ്ടം പോലെ കാശും തൊഴിലും സർക്കാർ ജോലിയും ഒക്കെ കിട്ടിയിട്ട്, സർക്കാർ ജോലി എന്ന് വെച്ച് കഴിഞ്ഞാൽ വെറും കാര്യമായിട്ടല്ല, ശുക്രനെ കൊണ്ട് ചിന്തിക്കാവുന്നതെന്ന് വെച്ചാൽ പണം, പദവി, പ്രശസ്തി, കലാ കായിക രംഗങ്ങളിൽ എല്ലാം അങ്ങ് വിരാജിക്കുന്ന ഒരവസ്ഥയുണ്ടാകും. അതാണ് ശുക്രൻ്റെ ഫലസിദ്ധി എന്ന് പറയുന്നത്. കലാ കായിക രംഗങ്ങളിൽ അതുപോലെ തന്നെ പ്രശസ്തിയുടെ കൊടുമുടി കയറും എന്നുള്ളതാണ് 10-ാം ഭാവത്തിൽ ശുക്രൻ. അതുകൂടാതെ ശുക്രൻ ആരാണ്? ഈ കുട്ടിക്ക് യോഗകാരകനാണ്. ഇപ്പം നമ്മൾ എന്തിനാണ് ഇത് പറഞ്ഞത്? ഞാൻ ജ്യോതിഷത്തിൽ എന്തിനാണ് ഇത് പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ പറഞ്ഞിരിക്കുന്നത് എന്തുവാ? സൂര്യരാശിയുടെ ഫലസിദ്ധിയാണ് പറയുന്നത്. ഇത് കോമൺ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇത്രയും പറഞ്ഞിരിക്കുന്നത്. അതുകൂടാതെ ഇനി നമ്മൾ ആദ്യമായിട്ട് ഇന്ന് പറയാൻ പോകുന്നത്, സൂര്യൻ വൃശ്ചികൻ രാശിയിൽ വരുമ്പോൾ ഈ സൂര്യൻ വൃശ്ചികൻ രാശിയിലേക്ക് പ്രവേശിക്കുന്നത് വിശാഖത്തിൻ്റെ കാലിലായിരിക്കും. വിശാഖത്തിലോട്ടായിരുന്നു സൂര്യൻ്റെ പ്രവേശം. അത് കഴിഞ്ഞാൽ അനിഴത്തിലോട്ട് മാറിയിട്ട് തൃക്കേട്ടയിലും കൂടി സഞ്ചരിച്ച ശേഷം 30 ദിവസം കൊണ്ട് വിശാഖത്തിൻ്റെ കാല് അനിഴം തൃക്കേട്ടയിലൂടെ സഞ്ചരിച്ച് ഇദ്ദേഹം മൂലം നക്ഷത്രത്തിലേക്ക് ഇദ്ദേഹത്തിൻ്റെ പ്രവേശം ഉണ്ടാകും ധനുമാസം 1-ാം തീയതി. മനസ്സിലായല്ലോ? ഇതാണ് ജ്യോതിഷം മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് എന്താ ഞങ്ങൾക്ക് ഫലം? നിങ്ങളുടെ വിശാഖത്തിൻ്റെ കാല് അനിഴം തൃക്കേട്ടക്കാർക്ക് കർമ്മത്തിൻ്റെ അധിപനാണ് ആര്? സൂര്യൻ. കർമ്മത്തിൻ്റെ അധിപനാണ് സൂര്യൻ. എവിടെ വന്നിരിക്കുന്നു? വൃശ്ചികത്തിൽ വന്നിരിക്കുന്നു. ഇവിടെയുള്ള നക്ഷത്രക്കാരപ്പോൾ എന്ത് മനസ്സിലാക്കണം? എൻ്റെ കർമ്മത്തിൻ്റെ അധിപതി എന്നെ കാണാൻ എൻ്റെ വീട്ടിലേക്ക് വന്നിരിക്കുന്നു. എൻ്റെ വീട് ഇതാണല്ലോ. അപ്പം നിങ്ങളിലേക്ക് കർമ്മവും കൊണ്ടാണ് വന്നിരിക്കുന്നത്. കർമ്മം എന്ന് പറഞ്ഞാൽ ഒരു ജോലിയെ മാത്രമായിട്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല. സർവപരമായിട്ടുള്ള കർമ്മപരമായിട്ടുള്ള ഗുണങ്ങൾ ഉണ്ടാവുകയും അതുപോലെ തന്നെ നമ്മുടെ ജാതകപ്രകാരം ഇവിടുത്തെ ഗ്രന്ഥം നിങ്ങൾക്ക് എടുത്തു വെച്ചിട്ടാണ് ഞാനിതെല്ലാം പറയുന്നത്. നമ്മൾ അന്ധവിശ്വാസമായിട്ടുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ ഊഹാപോഹങ്ങളോ ഒന്നും പറയുന്ന രീതിയിലല്ല ഒരു കാര്യവും പറയത്തില്ല. പൂജയിലും പറയത്തില്ല, ജ്യോതിഷത്തിലും പറയത്തില്ല. പൂജയിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നത് എന്തുവാ? ഓരോ ഗ്രന്ഥങ്ങളിൽ എന്താണ് പൂർവികർ പറഞ്ഞിട്ടുള്ളത് അതാണ് നമ്മൾ പറയുന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് മുരുക ശാസ്ത്രമാണ്, ജ്യോതിശാസ്ത്രമാണ്.
ഞങ്ങളൊക്കെ ഉണ്ടാകുന്നതിനൊക്കെ കോടാനുകൂടി വർഷങ്ങൾക്ക് മുമ്പുള്ള ഗ്രന്ഥമാണ്. അതിൽ ഇതാണ്ട് പറഞ്ഞിരിക്കുന്നത് നോക്കിക്കോ. ധാർമ്മികമായ മനസ്സുണ്ടാകുകയും നമുക്ക് നയനരോഗ കാര്യങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ടാകുമെന്നും പിത്തമുള്ളതിന് ആധിക്യം വരാനുള്ളതും എന്നാൽ ബുദ്ധിസാമർഥ്യം ഉണ്ടാകുമെന്നും സന്മാർഗം ഉണ്ടാകുമെന്നും രാഷ്ട്രീയപരമായിട്ട് നേട്ടങ്ങൾ ആഗ്രഹിക്കുന്നവർക്ക് വിജയമുണ്ടാകുമെന്നും ശരീരത്തിൽ ഉഷ്ണം ഉണ്ടാകുമെന്നും ഇച്ഛാശക്തി വർദ്ധിക്കും എന്നും ഈ പുരാണ ഗ്രന്ഥത്തിൽ പറയുന്നു. ആർക്ക്? വിശാഖത്തിൻ്റെ കാല് അനിഴം തൃക്കേട്ട നക്ഷത്രക്കാർക്ക്. ഇതിനെ നമ്മൾ ഒരുപാട് വിശകലനം ചെയ്ത് ചിന്തിക്കുമ്പോൾ കർമ്മപരമായിട്ടുള്ള പുരോഗതി ഉണ്ടാവുകയും ഭാഗ്യസ്ഥാനത്ത് നമ്മുടെ ജാതകപ്രകാരം ഇപ്പോൾ നിലവിൽ ഭാഗ്യസ്ഥാനത്തേക്കാണ് ആര് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്? ഡിസംബർ മാസം 4 വരെ. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വീണ്ടും വ്യാഴം അഷ്ടമത്തിലേക്ക് മാറുവാണ് 6 മാസത്തേക്കൂടെ. അതിവിടെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. ഡിസംബർ 4 കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ദുരിതങ്ങളും വിഷമതകളും പ്രയാസങ്ങളും അരിഷ്ടതകളും ഈശ്വരാധീന കുറവുകളും വരുന്ന ഒരു സമയമാണെന്നും കൂടി വൃശ്ചികക്കൂറുകാർ മനസ്സിലാക്കി വെച്ചിരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് പൊതുവിലുള്ള അവസ്ഥ പറയുവാണെങ്കിൽ ശുക്രനോട് ഇങ്ങോട്ട് മാറുന്നുണ്ട് ഈ വരുന്ന വൃശ്ചിക മാസം നവംബർ മാസം 26-ാം തീയതി അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നവംബർ മാസം 26-ാം തീയതി ശുക്രനും വരുന്നുണ്ട്, സൂര്യൻ ലഗ്നത്തിലുണ്ട്, ഭാഗ്യസ്ഥാനത്ത് 16 വരെ വ്യാഴത്തിൻ്റെ ഒരു സഞ്ചാരം നടക്കുന്നുണ്ട്. അങ്ങനെ പൊതുവിൽ ഒരു സംഭവം ശ്രദ്ധിക്കുകയാണെങ്കിൽ കർമ്മരാശിയിൽ കേതു നിൽക്കുന്നുണ്ട്, അത് ദോഷമാണെന്നും ശനി നമുക്ക് 5-ാം ഭാവമായിട്ടുള്ള മനസ്ഥാനത്ത് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണെന്നും 4-ാം ഭാവമായിട്ടുള്ള ഗൃഹസ്ഥാനം വാസസ്ഥാനമായിട്ടുള്ള ഭാവത്തിൽ രാഹു സഞ്ചരിക്കുകയാണെന്നും മനസ്സിലാക്കണം. അപ്പോൾ പാപഗ്രഹങ്ങൾ നമുക്ക് 1, 4, 7, 10 ഭാവങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. ഇതാണ്ട് ഇതാ 4-ാം ഭാവം, ഇത് 10-ാം ഭാവം കണ്ടോ. അപ്പം നിങ്ങളുടെ ചന്ദ്രലഗ്നാധിപത്യം വഹിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു ആൾക്കാർക്ക് കർമ്മരാശിയിൽ കർമ്മം എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ ഒരു കാര്യത്തെക്കുറിച്ച് മാത്രം, ഒരു കർമ്മത്തെക്കുറിച്ച് പഠിക്കുന്ന ഒരു കുട്ടിയുടെ കർമ്മം എന്താണ്, അതാണ് അവിടെ ചിന്തിക്കേണ്ടത്. ജനിച്ച ഒരു കുട്ടിയുടെ കർമ്മം എന്തുവാണ്? ഉറക്കം, പാലുകുടി. ഇതാണ് ജനിച്ച കുട്ടിയുടെ കർമ്മം. ഒരു പക്ഷിയുടെ കർമ്മം അത് വേറെ ഒരു ഭാഗമായിരിക്കും. ഒരു കാക്കയുടെ കർമ്മം വേറൊന്നായിരിക്കും. പശുവിൻ്റെ കർമ്മം വേറൊന്നായിരിക്കും. 50 വയസ്സായ ആളുടെ കർമ്മം വേറൊന്നായിരിക്കും. 70 വയസ്സാളുടെ കർമ്മം വേറെയായിരിക്കും. 40 വയസ്സുള്ള ആളുടെ കർമ്മം വേറൊന്നായിരിക്കും. അപ്പം അങ്ങനെയുള്ള ഓരോ കർമ്മങ്ങളിൽ നിങ്ങൾ എന്തു ചെയ്യുന്നതിൽ നിന്നും ആ ചെയ്യുന്ന കർമ്മങ്ങളിൽ കേതുവിൻ്റെ ഒരു സാന്നിധ്യം അവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ സൂക്ഷ്മതയോടുകൂടി പെരുമാറാനാണ് ജ്യോതിശാസ്ത്രം നിങ്ങളോട് ഉപദേശിക്കുന്നത്. കാരണം കേതു നിൽക്കുന്നു എന്ന് വെച്ചുകൊണ്ട് എല്ലാം നശിക്കും എന്നുള്ളതല്ല എൻ്റെ അർത്ഥം. സൂക്ഷ്മത പുലർത്താനാണ് ഇവിടെ പറയുന്നത്. കേതുവിൻ്റെ സ്ഥിതിയുണ്ട്, ശ്രദ്ധ കൂടുതൽ കൊടുത്ത് പ്രവർത്തിക്കാനാണ് കർമ്മമേഖലയിൽ പറയുന്നത്. അപ്പോൾ ശത്രുക്കൾ ഉണ്ടാകാം, ഈശ്വരാധീനം ഉണ്ടെങ്കിൽ. ഇനി നമുക്ക് അതിനാണ് നമ്മളെപ്പോഴും വ്യാഴത്തെ ചിന്തിക്കുന്നത്. വ്യാഴം നിങ്ങൾക്ക് ഇപ്പോൾ അനുകൂലമാണെന്നല്ലേ പറഞ്ഞത്, ഡിസംബർ മാസം 4 വരെ. അത് കഴിഞ്ഞാൽ വ്യാഴം മറയുന്നു. അപ്പോൾ അനുകൂല ഫലസിദ്ധിയായിട്ട് സൂര്യൻ വരുന്നതിനാൽ ശിവപൂജ ചെയ്യുക. ശിവന് ജലധാര, നെയ്വിളക്ക്, അതുപോലെ തന്നെ രുദ്രസൂക്തം, ഭാഗ്യസൂക്തം, അതുപോലെയുള്ള മന്ത്രങ്ങളെ കൊണ്ട് അർച്ചനകൾ ചെയ്യുക എന്നുള്ളത് വളരെയധികം പ്രാധാന്യമാണ്. ഭദ്രകാളി ദേവിക്ക് പ്രാർത്ഥനകൾ ചെയ്യാം. അതുപോലെ തന്നെ ബുധൻ, നിങ്ങൾക്ക് ജാതകപ്രകാരം അഷ്ടമാധിപനും 11-ാം ഭാവാധിപനായിട്ടുള്ള ബുധൻ ഇവിടെ നിൽപ്പുണ്ട്. അപ്പം ആ ഒരൊറ്റ ഭാവസിദ്ധികളെ കൊണ്ടുകൊണ്ടും കർമ്മത്തിൽ നിൽക്കുന്ന കേതു, 4-ാം ഭാവത്തിൽ നിൽക്കുന്ന രാഹുവിൻ്റെ ദോഷപരിഹാരമായിട്ട് വൃശ്ചികക്കൂറുകാർക്ക് ഫലസിദ്ധി പറഞ്ഞിരിക്കുന്നു. എന്താണ് ഇവിടെ നേരത്തെ പറഞ്ഞ ഫലസിദ്ധി പറഞ്ഞു? ധാർമ്മികമായിട്ടുള്ള മനസ്സ്, പക്ഷേ നയന രോഗങ്ങൾ, ചൊറിച്ചിൽ, കണ്ണിനൊക്കെ ഉണ്ടാകുന്ന ദുരിതങ്ങളൊക്കെ ഉണ്ടാകാനും ഉഷ്ണസംബന്ധമായിട്ടുള്ള രോഗങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും കൂടി പറയുന്നുണ്ടെന്നാണ് ജ്യോതിഷം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫലസിദ്ധിയായിട്ടുള്ള പ്രധാനമായിട്ട് നിങ്ങൾ ഗണപതി ഹോമം ചെയ്യുക, നാഗദൈവ പ്രീതി വരുത്തുക, ശിവഭഗവാനുള്ള പൂജകൾ ചെയ്യുക. എല്ലാം മനസ്സുകൊണ്ടുള്ള പൂജകളാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് അമ്പലങ്ങളിൽ പോയി അവിടെ പോയി ഉള്ള കാശുകളെല്ലാം അവിടെ കൊണ്ട് ഡിപ്പോസിറ്റ് ചെയ്യണമെന്നൊന്നും ഞാൻ പറയത്തില്ല, ഒരു കാരണവശാലും പറയത്തില്ല. കാരണം അമ്പലം പലതും വ്യാപാര കേന്ദ്രങ്ങളാണ് ഇപ്പം. അപ്പോൾ ക്ഷേത്രങ്ങളിലോട്ട് ഓടിപ്പോയാലൊന്നും കാര്യമൊന്നുമില്ല. നിങ്ങൾ നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ മഹാദേവനെ വിളിക്കുക, ആത്മാർത്ഥമായിട്ട് ഓം നമഃശിവായ ജപിക്കുക. അതാണ് ഏറ്റവും പ്രധാനമായിട്ട്. അതാ ക്ഷേത്രത്തിൽ പോകാൻ പറയുന്നത്. നിങ്ങളുടെ ഉള്ളിലുള്ളൊരു ക്ഷേത്രമുണ്ട്, മനസ്സാകുന്നൊരു ക്ഷേത്രമുണ്ട്, അതിലേക്ക് പോകുക. പറ്റുന്ന വഴിപാടുകൾ എന്തെങ്കിലും ചെയ്യുന്നിടത്ത് ചെയ്യിക്കുക. ചെയ്യത്തില്ല, വെറുതെ രസീത് എഴുതുക എന്നുണ്ടെങ്കിൽ അവിടെ ചെയ്യാൻ പോകണ്ട. നിങ്ങളൊരു കൂവളത്തിൻ്റെ മാല കൊണ്ടുപോയി കൊടുക്കുക അമ്പലത്തിൽ. ഒരു 50 ഗ്രാം നെയ്യ്, പൊട്ടിക്കാത്ത നെയ്യ്, പശു നെയ്യോ മിൽമ നെയ്യോ ഏതെങ്കിലും ഒരു നെയ്യ് ആയിക്കോട്ടെ, അതും കൊണ്ടുപോകുന്നു. അപ്പോൾ അവിടുത്തെ പൂജാരി ഇത് വാങ്ങിയിട്ട് പൊട്ടിച്ചിട്ട് അത് അപ്പം തന്നെ കൊണ്ടുപോയി ഒരു വിളക്കിലോട്ട് ഒഴിച്ച് ദീപം കത്തിച്ചിട്ട് കൂവളത്തിൻ്റെ മാല മഹാദേവന് ചാർത്തിയിട്ട് ഒരു കുടം വെള്ളം എടുത്ത് ശിവഭഗവാന്റെ ധാരക്കുടത്തിലോട്ട് ഒഴിച്ചിട്ട് നിങ്ങളുടെ പേരിൽ ഓം തത്പുരുഷായ വിദ്മഹേ മഹാദേവായ ധീമഹി തന്നോ രുദ്ര പ്രചോദയ സന്തോഷ് കുമാർ നാമധേയം വിശാഖ നക്ഷത്രം സർവദോഷ പരിഹാരാർത്ഥം എന്ന് പറയുന്നത് നിങ്ങൾ കേൾക്കുന്നുണ്ട്, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു. തൊഴുന്നു, പുറകിലോട്ട് വരുന്നു. അതല്ല രസീത് എഴുതി വെക്കുന്നു. അവർ പറയുന്നു ഇപ്പോൾ പൂജാ സമയം അല്ല, ഇച്ചിരി കഴിഞ്ഞിട്ടേ നടത്തത്തുള്ളൂ, വേണമെങ്കിൽ ചന്ദനം മേടിച്ചിട്ട് പൊക്കോ.
കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വഞ്ചിയിൽ ഇട്ടോളാം പറഞ്ഞു കഴിഞ്ഞാൽ ശരി, പിന്നെ വഴക്കൊന്നും ഇടാൻ പോകണ്ട, പിന്നെ അങ്ങോട്ട് പോകണ്ട. അപ്പോൾ ഇത്രയും കാര്യം 12 കൂറുകാർക്കും വേണ്ടി പറഞ്ഞിരിക്കുന്ന ഒരു ഭാവമാണ് പറഞ്ഞിട്ടുള്ളത്. അത് കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് നമ്മൾ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വൃശ്ചിക കൂറുകാരുടെ ഫലസിദ്ധിയാണ് പറഞ്ഞത്. അടുത്തതായിട്ട് നമ്മൾ ചതയം, ഇവരുടെയോട്ട് വരാൻ കാര്യം, ചതയം വരുന്ന കുംഭക്കൂറിലേക്ക് വരാനുള്ള കാരണം വ്യാഴത്തിൻ്റെ രാശിമാറ്റം ഇവരെ സ്വാധീനിക്കുന്നുണ്ട്. രാഹുവിൻ്റെ ഒരു സ്ഥിതി ഇതിനകത്തുള്ള ചതയം നക്ഷത്രത്തിലേക്ക് മാറുന്നുണ്ട്. അതുകൂടാതെ തന്നെ സൂര്യൻ ഇവർക്ക് കർമ്മരാശിയിലേക്കും വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഫലസിദ്ധിയാണ് പറയാൻ പോകുന്നത്. അപ്പം ഈ അവിട്ടത്തിൻ്റെ അര, ചതയം, പൂരുരുട്ടാതി മുക്കാല് വരുന്നവർക്ക് നിലവിൽ എവിടെയാണ് ആരുള്ളത്? സൂര്യൻ കർമ്മഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ രാജ്യലാഭം ഉണ്ടാകുമെന്നും ധനലാഭം, ഐശ്വര്യം, മത്സര വിജയം, ഉദ്യോഗസിദ്ധി, രാജസമ്മാനം എന്നിവ ഫലമായി വരും എന്ന് ജ്യോതിശാസ്ത്ര ഗ്രന്ഥം പറയുന്നു. എന്തേ രാജാവ് എന്ന് തിരുമേനിയോട് ചോദിക്കരുത്. എന്താ രാജാവ് ആരാണ്? ഇപ്പോൾ സർക്കാരാണ് രാജാവ് അല്ലേ? അങ്ങനെ കരുതിക്കോണം. ധനം എന്താണ്? പോക്കറ്റിരിക്കുന്ന നോട്ടാണ്. ഈ നോട്ടിന് നാളെ വിലയില്ലെങ്കിൽ, അല്ലെങ്കിൽ വില സർക്കാർ കളയുവാണെങ്കിൽ അതിൻ്റെ വില പോയി. സ്വർണം നിങ്ങളുടെ കയ്യിലുണ്ട്, ഇപ്പോൾ കൊണ്ട് കൊടുത്താൽ 1,00,000 രൂപ ഒരു പവന് കിട്ടും. നാളെ പറയുക സ്വർണത്തിനൊന്നും വിലയില്ല, ഇരുമ്പിൻ്റെ വിലയുണ്ടെങ്കിൽ എന്തുവാനും ലോഹത്തിൻ്റെ വിലയെ പിന്നെ ആവത്തുള്ളൂ. അപ്പം അതിന് മൂല്യം ഉണ്ടാകും എന്ന് പറഞ്ഞതുപോലെ രാജ്യലാഭം എന്ന് പറഞ്ഞാൽ എന്താ? രാജ്യം കിട്ടുക, ഭൂമി സംബന്ധമായിട്ടുള്ള പുരോഗതി ഉണ്ടാവുക, നേട്ടങ്ങളുണ്ടാവുക. രാജസമ്മാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ സർക്കാർ സംബന്ധമായിട്ടുള്ള ആനുകൂല്യങ്ങൾ കിട്ടുക. അതുപോലെ തന്നെ രാജസമ്മാനം കിട്ടുവാണെങ്കിൽ എന്താ അതിൻ്റെ അർത്ഥം? കൂടുതൽ ആളുകളിലേക്ക് നമ്മൾ പ്രസിദ്ധരായി മാറുന്ന ഒരവസ്ഥയുണ്ടാകും. ചിലപ്പം പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവരുണ്ടാകും, സോഷ്യൽ മീഡിയയിൽ ജോലി ചെയ്യുന്നവരുണ്ടാകും, അല്ലെങ്കിൽ ഷെയർ മാർക്കറ്റിൽ ജോലി ചെയ്യുന്നവരുണ്ടാകും. സർക്കാർ സമ്മാനം, രാജസമ്മാനം, ചിലപ്പോൾ ഒരു ജോലി കിട്ടും. നമ്മുടെ വീട്ടിലേക്ക് ഒരു PSCയുടെ കാർഡ് വരുന്നു, നിങ്ങൾക്ക് ജോലി കിട്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ കുവൈറ്റിലേക്ക് ഒരു ജോലിക്ക് നിങ്ങൾക്ക് കൊടുത്തിരിക്കുന്നു, അത് കിട്ടിയിരിക്കുന്നു. ജർമ്മനിയിലേക്ക് കൊടുത്തിരിക്കുന്നു. അവിടുത്തെ സർക്കാർ വേണമല്ലോ നിങ്ങൾക്ക് തരാൻ, എംബസി അംഗീകരിക്കണമല്ലോ. അവിടുത്തെ സർക്കാർ അറിയാതെ നിങ്ങൾക്ക് ആ രാജ്യത്തേക്ക് പോകാനൊക്കത്തില്ലല്ലോ. രാജസമ്മാനം. ജ്യോതിഷം പറയുന്നത് ചിന്തിച്ചാൽ, അതുപോലെ കേട്ടാൽ നമ്മൾ വിചാരിക്കും അയ്യോ രാജസമ്മാനമോ, ഇവർക്ക് വേറെ പണിയൊന്നുമില്ലെന്ന് പറയും. യഥാർത്ഥത്തിൽ രാജസമ്മാനത്തെക്കുറിച്ച് ഞാൻ അത് പറയാൻ വേണ്ടിയിട്ട് അങ്ങനെ പറയും. ഉദ്യോഗസിദ്ധി, മത്സര വിജയം. 1-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി പോയി പരീക്ഷ എഴുതിയാൽ അവനും മത്സര വിജയം ഉണ്ടാകുന്നു. ഒരു ഓട്ടത്തിൽ പങ്കെടുക്കുന്ന ഒരാൾക്കായാലും അവിടെയും മത്സര വിജയം പറയുന്നു. അപ്പം ഇങ്ങനെയുള്ള ഗുണസിദ്ധികൾ പറയുന്ന ഒരു സമയമാണ് കുംഭക്കൂറുകാർക്ക് വ്യാഴത്തിൻ്റെ ഒരു ദൃഷ്ടിയും കൂടി ഡിസംബർ മാസം 4-ാം തീയതിയേ വരുന്നുള്ളൂ. ഡിസംബർ മാസം 4 വരെ ആ ഒരു ഫലസിദ്ധിക്കൂടെ ചെറിയൊരു തടസ്സമുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ കൂടെ ഇപ്പം രാഹുവുണ്ട്, നാഗഭഗവാനുണ്ട്, രാഹുദേവനുണ്ട് നമ്മുടെ കൂടെ. അപ്പം നാഗദൈവത്തിനെ പ്രാർത്ഥിക്കുന്നതിന് വേണ്ടിയിട്ട് അർദ്ധകായം, മഹാവീര്യം, ചന്ദ്രാദിത്യ വിമർദ്ദനം, സിംഹിക ഗർഭസംഭൂതം തം രാഹും പ്രണമാമ്യഹം എന്ന് പറയുന്ന മന്ത്രം നമുക്കൊന്ന് ജപിക്കാം. നാഗദൈവ ക്ഷേത്രത്തിൽ പോയിട്ട് നേരത്തെ ശിവന് പറഞ്ഞതുപോലെ തന്നെയുള്ള വഴിപാടുകൾ സമർപ്പിക്കാം. കുറച്ച് കൽവിളക്കൊക്കെ കാണും, അവിടെ പോയി തിരി കത്തിച്ച് പ്രാർത്ഥനയോടുകൂടി കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ നടക്കി വെച്ച്, ഒരു ചന്ദനത്തിരിയൊക്കെ കത്തിച്ച്, ഒരു കർപ്പൂരമൊക്കെ കത്തിച്ച് വെച്ച് തൊഴുത് പ്രാർത്ഥിച്ച് വരാം. ഉപകാരമായി. 7-ാം ഭാവത്തിലേക്ക് കേതു നിൽക്കുന്നതിനാൽ നിങ്ങൾക്ക് ദാമ്പത്യപരമായിട്ടുള്ള ദുരിതങ്ങൾ, അവിട്ടത്തിൻ്റെ അരയും ചതയും പൂരുരുട്ടാതി മുക്കാലുകാർക്ക് ഇനി 1 വർഷം കൂടി നിങ്ങളുടെ ദാമ്പത്യപരമായിട്ടുള്ള ചില പ്രശ്നങ്ങളോടെ നടക്കുന്നുണ്ട്. അത് വസ്തുതയാണ് കേതുവിൻ്റെ സ്ഥിതി കൊണ്ട്. ആ കേതുവിൻ്റെ സ്ഥിതി കൊണ്ട് ഭർത്താവിൻ്റെ പേരിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഗണപതി ഹോമം ചെയ്യുന്നു. ഭർത്താവിൻ്റെ പേരിൽ നാളികേരം ഗണപതി ഭഗവാന്റെ ക്ഷേത്രത്തിൽ കൊണ്ടുപോയി കല്ലിലുടയ്ക്കുന്നു. ഇത് ചെയ്തു കഴിയുമ്പോൾ നമുക്ക് ഫലസിദ്ധിയായി. അപ്പം കറുകമാല, മുക്കുറ്റിമാല, അങ്ങനെ എന്ത് വേണേലും ചെയ്യാം. അപ്പം നിങ്ങൾക്ക് ആനുകൂല്യം പറഞ്ഞു, നിങ്ങൾക്ക് കർമ്മരാശിയിൽ സൂര്യൻ വരുന്നതിൻ്റെ ഫലസിദ്ധിയും പറഞ്ഞു. വ്യാഴം 16 മുതലേ അങ്ങോട്ട് മാറുന്നുള്ളൂ. അപ്പോൾ അതുവരെ ദൈവാധീനം മറിഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ ഈശ്വരാധീനം മറിഞ്ഞു നിൽക്കുന്നതിനാൽ വിഷ്ണുപ്രീതി വരുത്തുക. ഇങ്ങനെയുള്ള കാര്യങ്ങളോടൊക്കെ ചെയ്തു കഴിഞ്ഞാൽ വളരെയധികം നല്ലതായിരിക്കും. നിങ്ങളുടെ ചന്ദ്രലഗ്നാധിപൻ ആരാണ്? ശനിയാണ്. ശനി എവിടെ നിൽക്കുന്നു? നിങ്ങൾക്ക് ധനസ്ഥാനത്ത് നിൽക്കുകയാണ്. ചന്ദ്രലഗ്നാധിപൻ ധനസ്ഥാനത്ത് നിന്ന് കഴിഞ്ഞാൽ ധനപരമായിട്ടുള്ള പുരോഗതിയും നമുക്ക് കൈവരുന്ന ഒരു സമയമാണ്. അതിനനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കണം. നമ്മുടെ ഭാഗത്ത് എന്താണോ തിരുത്താനുള്ളത് ആ തിരുത്താനുള്ള കാര്യങ്ങൾ തിരുത്തണം. അത് ഞാനിപ്പോൾ ഒരുപാട് കാര്യം പറഞ്ഞാൽ ഒരുപാട് സമയമെടുക്കും. ഒരു കച്ചവടക്കാരൻ അവൻ്റെ ബിസിനസ് വർദ്ധിപ്പിക്കാൻ എന്ത് വേണം? അപ്പം പഴയ സാധനങ്ങൾ, ഇച്ചിരി വില കൂട്ടിയൊക്കെ വെച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ ഉണ്ടാവും. തുണിക്കടക്കാരാണെങ്കിൽ ചിലപ്പോൾ അവർ പറയുകയാണ് 1-1 ഫ്രീ, അല്ലെങ്കിൽ കട വിറ്റഴിക്കൽ, പുതിയ സ്റ്റോക്ക് കൊണ്ടുവന്ന് വെക്കുക. അങ്ങനെയൊക്കെ ഒരു ബുദ്ധി ഒരു തട്ടുകടക്കാരനായാലും ഒരു ചായക്കടക്കാരനായാലും ഒരു ഷെയർ മാർക്കറ്റ് ചെയ്യുന്ന ഒരാളായാലും, ഇനി അങ്ങനെ നമ്മൾ അങ്ങോട്ട് പറഞ്ഞു പോകുന്നില്ല, ഏതായാലും അവിടെ ഒരു പുരോഗതി വരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമം നിങ്ങളുടെ ഭാഗത്തു നിന്നും കൂടി ഉണ്ടായിട്ട് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളോടാകുമ്പോൾ പൂർണ്ണമായിട്ടും ഫലസിദ്ധി ഉണ്ടാകും.
അടുത്തതായിട്ട് നമ്മൾ ഇതാവട്ടെ പറയുന്നു. എന്തിനാ ഇങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 4, 7, 10 ഭാവങ്ങളിലേക്കുള്ള കേന്ദ്രഭാവങ്ങളിലെ ഫലസിദ്ധിയാണ് ആദ്യം പറയുന്നത്. എന്നിട്ടാണ് നമ്മൾ മറ്റുള്ളത് പറയാൻ പോകുന്നത്. ഇവിടെ വരുന്നത് കാർത്തിക മുക്കാല് രോഹിണി മകേരത്തിന്റെ അര വരുന്ന നിങ്ങളുടെ ജാതകപ്രകാരം ഇപ്പോൾ നിങ്ങൾക്ക് വ്യാഴം ഡിസംബർ മാസം 4-ാം തീയതി വരെ 3-ാം ഭാവമായിട്ടുള്ള കുടുംബസ്ഥാനത്ത് സഞ്ചരിക്കുകയാണ്. ഇനി നിങ്ങൾക്ക് ധനസ്ഥാനത്തേക്ക് മാറാൻ പോവാണ് വ്യാഴം. ധനത്തിന്റെ സ്ഥാനത്തേക്ക് വ്യാഴം വന്നാൽ എന്താ ഫലം? ധനപുരോഗതി ഉണ്ടാകാൻ ഉള്ള സാധ്യത അവിടെ നിൽപ്പുണ്ട്. അതിനുള്ള വഴി നമ്മൾ തുറന്നു വെക്കണം. അകത്ത് അലക്കി വെച്ചിരിക്കുന്ന തുണി വെളിയിൽ കൊണ്ടുപോയി വിരിച്ചിട്ടാലേ അത് ഉണങ്ങത്തുള്ളൂ എന്ന് പറഞ്ഞതുപോലെ ധനപുരോഗതി ഉണ്ടാവുമെന്ന് പറഞ്ഞ് അകത്ത് കയറി കൈ കെട്ടിയിരുന്നാൽ കിട്ടത്തില്ല. പൂജാരിയായ നമ്മൾ 4 മണിക്ക് എണീറ്റ് കുളിച്ച് സന്ധ്യാവന്തനാദികൾ ചെയ്ത് ക്ഷേത്രത്തിൽ പോയെങ്കിൽ മാത്രമേ എന്നുണ്ടാകത്തുള്ളൂ. അവിടെ വരുന്നവരോട് പ്രസന്ന വസതനായിട്ട് നമ്മൾ നിൽക്കണം. ഒരാൾ വന്നിട്ട് എന്തെങ്കിലും പറയുവാണെങ്കിൽ ദേഷ്യപ്പെടാൻ പാടില്ല. ക്ഷമയോടുകൂടി അവർ പറയുന്നത് കേൾക്കേണ്ടതായിട്ട് വരും. ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് വരുമ്പോഴായിരിക്കും അപ്പം ജ്യോത്സ്യനും പൂജാരിയായിട്ടുള്ള ആളും കഷ്ടപ്പെടേണ്ടതായിട്ട് വരും. അപ്പോൾ അവിടെ ഒരു വഴി തുറന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വഴി നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ആ വഴിക്കൂടെ നമ്മൾ ബുദ്ധിപൂർവ്വം ചിന്തിക്കുകയും കൂടെ വേണം. അപ്പോൾ അങ്ങനെ ഒരു ഗുണഫലമായിട്ടുള്ളൊരു കാര്യം പറയുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് സൂര്യരാശി ഫലം എന്ന് പറയുന്നത് നിങ്ങൾക്ക് 7-ാം ഭാവത്തിലേക്കാണ് മാറുന്നത്. ആരാണ് നിങ്ങൾക്ക് സൂര്യൻ? കേന്ദ്രാധിപത്യം വഹിക്കുന്ന 4-ാം ഭാവാധിപത്യം വഹിക്കുന്ന ആളാണ് സൂര്യൻ. 4 ഗൃഹത്തിൻ്റെ ആധിപത്യം വഹിക്കുന്ന ആളാണ് നിങ്ങൾക്ക് സൂര്യൻ. അത് കർമ്മരാശിയിൽ വരുമ്പോൾ 10-ൽ വരുമ്പോൾ നിങ്ങൾക്ക് 7-ാം ഭാവത്തിലേക്കാണ് വരുന്നത്. 7-ാം ഭാവത്തിലേക്ക് വരുമ്പോൾ വിവാഹത്തിന് കുറച്ച് താമസം, ഈ മാസം നമ്മൾ വിവാഹത്തിനൊക്കെ ശ്രമിക്കുന്നവർക്ക് അതിന് താമസം വരുമെന്നും അതുപോലെ തന്നെ നമുക്ക് ദുർമാർഗ സമ്മർദ്ദമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഉണ്ടാകുമെന്നും യാത്രാ ദുരിതങ്ങൾ ഉണ്ടാകുമെന്നും ഭാര്യാ ദുരിതങ്ങൾ ഉണ്ടാകുന്നതിനും അതുപോലെ തന്നെ നമുക്ക് കുറച്ച് ദുരിതഭാവമാണ് സൂര്യരാശി ഫലം പറയുന്നത്. ആർക്ക്? കാർത്തിക മുക്കാല് രോഹിണി മകേര തരക്കാർക്ക്. അപ്പം 7-ാം ഭാവത്തിലേക്ക് വരുന്നത് നമുക്ക് കുറച്ച് ദോഷമാണ്. കാരണം സൂര്യൻ്റെ നേരിട്ടുള്ള ദൃഷ്ടിയാണ്. അല്ലെങ്കിലും സാധാരണഗതിയിൽ സൂര്യനൊരു പാപഗ്രഹമാണെന്നല്ല പറയുന്നത്. നമ്മുടെ ഒരു ലഗ്നത്തിൻ്റെ ഭാവത്തിൽ നമ്മുടെ ലഗ്നം നേരത്തെ ഇവിടെ എഴുതിയല്ലോ. ഈ ലഗ്നക്കാർക്ക് സൂര്യൻ പോകുന്നത് പോലെ ബുധനും ശുക്രനും സൂര്യൻ്റെ പുറകെ പോകുന്ന ഗ്രഹങ്ങളാണ്. ഏറ്റവും കൂടുതൽ സൂര്യനെ പിന്തുടരുന്ന 2 ഗ്രഹങ്ങളെ നിങ്ങൾ എഴുതി വെക്കണം. ബുധനും ശുക്രനും ഇത് ഇങ്ങനെ പോകും പുറകെ. സൂര്യനും ബുധനും ശുക്രനും ഒക്കെ എപ്പോഴും അടുത്തടുത്താണ് നിൽക്കുന്നത്. സൂര്യനും ബുധനും കൂടി ആരുടെ ജാതകപ്രകാരം 7-ാം ഭാവത്തിൽ വന്നാലും അവർ മംഗല്യ വിരഹം ഉണ്ടാകും, മംഗല്യ ദോഷം ഉണ്ടാകും, ഭാര്യ പിണങ്ങിപ്പോകും, ഭർത്താവാണെങ്കിൽ ഭർത്താവ് പിണങ്ങിപ്പോകും, ദാമ്പത്യ ബന്ധം വേർപെടും എന്ന് പറയുന്നുണ്ട്. അത് സൂര്യൻ ഇപ്പം നിങ്ങൾക്ക് വരാൻ പോകുന്നത് 7-ാം ഭാവത്തിൽ എന്ന് വെച്ചാൽ ദാമ്പത്യം വേർപെടുമെന്നൊക്കെയല്ല പറയുന്നത്. ആ ദോഷത്തെ മനസ്സിലാക്കി വെച്ചുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 4-ാം ഭാവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുടുംബവുമായി കൂടെ ബന്ധമുണ്ട്. അപ്പോൾ കുടുംബപരമായിട്ടുള്ള ക്ഷേത്രത്തിലെ പൂജകളും ചെയ്യുക, ഗണപതി ഹോമം ചെയ്യുക, ശിവഭഗവാന് രുദ്രസൂക്ത മന്ത്രാർത്ഥന അല്ലെങ്കിൽ തത്പുരുഷ ഗായത്രി മന്ത്രം, അതുപോലെ തന്നെ ശിവഗായത്രി മന്ത്രം, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സ്തോത്രങ്ങളുണ്ട്. ശിവന്റെ അഷ്ടോത്തര ശതനാമാവലി പോലുള്ള മന്ത്രങ്ങളൊക്കെ ജപിച്ച് പ്രാർത്ഥിക്കുന്നത് നിങ്ങൾക്ക് വളരെയധികം ഉത്തമമായിരിക്കും എന്നാണ് ജ്യോതിശാസ്ത്രം പറയുന്നത്. അപ്പോൾ നമുക്ക് ശനി ആരാണ്? ശനിക്ക് നേരത്തെ ഒരുപാട് പ്രാവശ്യം പറഞ്ഞാൽ നിങ്ങൾക്ക് യോഗകാരകനായ ശനി ലാഭസ്ഥാനത്ത് സഞ്ചരിക്കുന്ന ഒരു സമയമാണ്. വളരെയധികം നല്ല ഒരു ഗുണഫലമാണ്. വ്യാഴം ധനസ്ഥാനത്തേക്ക് വരുന്നുണ്ട്. സൂര്യരാശി ഫലം കുറച്ച് ദോഷമാണ്. 4-ാം ഭാവത്തിലെ കേതുവിൻ്റെ സ്ഥിതിയും നിങ്ങൾക്ക് കർമ്മരാശിയിൽ സഞ്ചരിക്കുന്ന രാഹുവിൻ്റെ സ്ഥിതിയും കുറച്ച് ദോഷസ്ഥിതിയാണ്. അപ്പോൾ അതിന് പ്രകാരമായിട്ട് ശിവഭഗവാനുള്ള പൂജകൾ ചെയ്യുക, ഗണപതി ഹോമം ചെയ്യുക, നാഗദൈവ പ്രീതി വരുത്തുക. അടുത്തതായിട്ട് നമ്മൾ പറയുന്ന ഒരു ഫലസിദ്ധി എന്ന് പറയുന്നത് മീനക്കൂറുകാരുടെ ഫലസിദ്ധിയാണ് നമ്മൾ പറയാൻ പോകുന്നത്. മീനക്കൂറുകാർക്ക് നിലവിൽ സൂര്യരാശി ഫലം, സൂര്യൻ നിങ്ങൾക്ക് 6-ാം ഭാവത്തിൻ്റെ ആധിപത്യമാണ്. ശത്രുവിൻ്റെയും രോഗത്തിൻ്റെയും അധിപനാണ് ആര്? സൂര്യൻ. അത് നിങ്ങൾക്ക് എവിടെ വരുന്നു? ഭാഗ്യത്തിൻ്റെ സ്ഥാനത്തേക്കാണ് മാറുന്നത്. മീനക്കൂറുകാർ മനസ്സിലാക്കുന്നു. മീനക്കൂറുകാർ എന്ത് മനസ്സിലാക്കുന്നു? എന്നിലൂടെ ഇപ്പം പൂരുരുട്ടാതി നക്ഷത്രക്കാരും ഉത്തരട്ടാതി രേവതി വരും. പൂരുരുട്ടാതിയുടെ കാലം ഉത്തരട്ടാതി രേവതി ഉള്ളവരാണ് ഈ വരുന്ന മീനക്കൂറുകാർ. ഇവരിൽ പൂരുരുട്ടാതിയിലൂടെയാണ് ഇപ്പം ശനി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം സാധാരണ ഒരു രേവതി നക്ഷത്രക്കാരനോ അല്ലെങ്കിൽ ഉത്തരട്ടാതി നക്ഷത്രക്കാരനോ ഒരു ജ്യോത്സ്യരെ വിളിച്ചാൽ പറയും ഇപ്പം കണ്ടകശിനിയാണേ എന്ന് പറയും. പക്ഷേ ശനി അവിടെ ഉണ്ടെന്നുള്ളതേ ഉള്ളൂ. ഇപ്പം പൂരുരുട്ടാതിയിലാണ് ആൾ നിൽക്കുന്നത്. ഇനി ഉത്തരട്ടാതിയിലോട്ട് കടന്നിട്ടില്ല ആൾ ഇതുവരെ. ഉത്തരട്ടാതിക്കാർക്കും രേവതി നക്ഷത്രക്കാർക്കും യഥാർത്ഥത്തിൽ ഇപ്പം കണ്ടകശിനിയുടെ വലിയ ഫലസിദ്ധിയുള്ള സമയമല്ല എന്ന് വേണമെങ്കിൽ പറയാം. അടുത്തുണ്ടെന്നുള്ളതേ ഉള്ളൂ, ചൂടുണ്ടെന്നുള്ളതേ ഉള്ളൂ. ഇപ്പം തീയുടെ അടുത്ത് നിന്നാൽ എങ്ങനെ, തീക്ക് അകത്ത് കയറിയിരുന്നാൽ എങ്ങനെ ഇരിക്കും? അപ്പം അത് വ്യത്യാസം പോലെ തന്നെയാണ് നമ്മളിപ്പോൾ പറയുന്നൊരു കാര്യം. അപ്പം ശനി ഇവിടെ നിൽപ്പുണ്ട് പൂരുരുട്ടാതിയിൽ. നിങ്ങളുടെ ജന്മത്തിൽ നിങ്ങളുടെ ജാതകപ്രകാരം വ്യാഴം മനസ്സിൻ്റെ സ്ഥാനത്തും നല്ല ഗുണസ്ഥാനത്ത് നിൽക്കുകയാണ്. അത് 4-ാം ഭാവത്തിലേക്ക് മാറുന്നുണ്ട്. അതും വലിയ കുഴപ്പമില്ലാത്തൊരവസ്ഥയിലാണ് വ്യാഴത്തിൻ്റെ ഒരു മാറ്റം. 2027 മുതലേ ഉള്ളൂ നിങ്ങൾക്ക് വ്യാഴത്തിൻ്റെ ഒരു മാറ്റം, ഒരു വർഷത്തേക്ക് ദോഷം വരുന്നുള്ളൂ. അപ്പോൾ 2025, 26 മെയ് വരെയും നിങ്ങൾക്ക് വളരെയധികം നല്ലതായിരിക്കും.
25, 26, 27 മെയ് വരെ നിങ്ങൾക്ക് വ്യാഴം അനുകൂല ഭാവത്തിലേക്കാണ് പോകുന്നത്. അതാണ് നമ്മൾ കണക്കൂട്ടി വെച്ചിരിക്കുന്നത്. അപ്പം പൂരട്ടാതി ഉത്രട്ടാതി രേവതി നക്ഷത്രക്കാർ മനസ്സിലാക്കുന്നു, എനിക്ക് ഭാഗ്യസ്ഥാനത്തേക്ക് വരുന്നു ആര്? സൂര്യൻ. ഈ ഭാഗ്യസ്ഥാനത്തേക്ക് സൂര്യൻ വരുന്നത് നല്ലതാണ് എന്നുള്ളതാണ് ജ്യോതിശാസ്ത്രം പറയുന്നത്. ഇവിടെ എഴുതി വെച്ചിരിക്കുന്ന കാര്യം ഗ്രന്ഥത്തിൽ പറയുന്നത് ഭാഗ്യം വരുമെന്നും വിജയം വർദ്ധിക്കുമെന്നും ധാർമ്മിക പ്രവൃത്തികൾ ഉണ്ടാകുമെന്നും ശിവഭജനത്തിൽ നിങ്ങൾക്ക് താല്പര്യം വർദ്ധിക്കുമെന്നും ആത്മീയ ഗ്രന്ഥ പാരായണങ്ങളൊക്കെ ശീലിക്കാനുള്ള താല്പര്യം വർദ്ധിക്കുമെന്നും പൂജാതി കർമ്മങ്ങൾ ചെയ്യണമെന്നൊക്കെ തോന്നുമെന്നും ഫലസിദ്ധിയിൽ പറയുന്നു. ശത്രുസ്ഥാനത്തിൻ്റെയും രോഗത്തിൻ്റെയും സ്ഥാനാധിപനായിട്ടുള്ള ആൾ പക്ഷേ ഭാഗ്യസ്ഥാനത്തേക്ക് വരുമ്പോൾ വളരെയധികം നല്ലതാണെന്ന് ജ്യോതിശാസ്ത്രം പറയുന്നു. എങ്കിലും നിങ്ങളുടെ ജാതകപ്രകാരം ഇതിനെ ജന്മശനി എന്ന് പറയും. പൂരട്ടാതികാൽ ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് കണ്ടകശനി എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും, പൂർണ്ണ ദോഷം വരുന്നില്ലെങ്കിൽ പോലും ശനീശ്വര പ്രീതി വരുത്തുക, ഹനുമാൻ സ്വാമി പൂജകൾ ചെയ്ത് പ്രാർത്ഥിക്കുക. പിന്നെ നിങ്ങൾക്ക് രാഹു ദേവ പ്രീതി വരുത്തുന്നത് വളരെയധികം നല്ലതായിരിക്കും. രോഗങ്ങൾ, ശത്രുദോഷങ്ങൾ വിട്ടൊഴിഞ്ഞു മാറാൻ സുദർശന ഹോമം, സുഹൃത ഹോമം, നാഗദൈവ പ്രീതി ഇങ്ങനെയുള്ള വഴിപാടുകൾ ചെയ്യിക്കുന്നത് വളരെയധികം നല്ലതുമായിരിക്കും. ഇത്രയുമാണ് മീനക്കൂറുകാരുടെ ഫലസിദ്ധി. അടുത്തായിട്ട് മേടക്കൂറുകാരുടെ ഫലസിദ്ധിയാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പം അതുകൂടെ കഴിഞ്ഞാൽ ഇത്രയും ഭാഗം തീർന്നു. ഇനി നമുക്ക് ഇങ്ങോട്ട് വന്നാൽ മതി. അപ്പം അശ്വതി, ഭരണി, കാർത്തിക കാലുകാർക്ക് നിങ്ങൾക്ക് 1, 2, 3, 4, 5 മനസ്സിൻ്റെ സ്ഥാനത്തിൻ്റെ അധിപനും സന്താനത്തിൻ്റെ ഭാവത്തിൻ്റെ അധിപനുമായിട്ടുള്ള സൂര്യൻ നിങ്ങൾക്ക് അഷ്ടമരാശി 8ാം ഭാവത്തിലേക്ക് മാറുന്നു. അത് നമുക്ക് നല്ലതല്ല, ആണോ മോശമാണോ എന്നുള്ളത് ഗ്രന്ഥത്തിൽ എന്താ പറയുന്നത് നോക്കാം. രോഗദുരിതങ്ങൾ വരാനും സ്ഥാനഭ്രംശം ഉണ്ടാകാനും നയനരോഗം ഉണ്ടാകാനും ജീവിതത്തിൽ കുറച്ച് ഒതുങ്ങിക്കൂടാനുള്ള സാധ്യതയുണ്ടെന്നും ദാരിദ്ര്യം തുടങ്ങിയ ഫലമായിട്ട് വരുമെന്നും പറയുന്നുണ്ട്. ആര് പറയുന്നുണ്ട്? സൂര്യൻ്റെ രാശിപ്രകാരം ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്. അഷ്ടമത്തിലേക്ക് മാറുകയാണ്, 5ാം ഭാവത്തിൻ്റെ അധിപനും. അയ്യോ എന്ന് കേട്ട് നിങ്ങൾ വിഷമിക്കേണ്ട, അതിൻ്റെ ഫലസിദ്ധി അടുത്ത പറയാൻ പോകുന്നു. സൂര്യൻ മാറി, ഓക്കെ, അതവിടെ നിൽക്കട്ടെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കുന്നു ഇനി അടുത്ത ആരാ, നമുക്ക് ഗുണം ചെയ്യാൻ പോകുന്ന ആളാരാ? ഡിസംബർ 4 വരെ വ്യാഴം ഇവിടെ നിൽപ്പുണ്ട്. അനുകൂല സ്ഥാനമാണ്. 4ാം ഭാവം എന്ന് പറയുന്നത് വളരെയധികം നല്ല സ്ഥാനമാണ്. അവിടെ നിന്നുകൊണ്ട് നമ്മുടെ കർമ്മരാശിയിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഡിസംബർ 4 വരെ നമുക്കൊരു അനുകൂല ഫലമുണ്ട്. പിന്നെ 3ാം ഭാവത്തിലേക്ക് മാറുന്നത് കുറച്ച് ദോഷം. 3, 6, 8, 12 ഭാവങ്ങളിലേക്ക് വ്യാഴം പറയുന്നത് എപ്പോഴും നമുക്ക് കുറച്ച് ദുരിതഭാവമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചിന്തിക്കുന്നു? ലാഭസ്ഥാനത്ത് രാഹു സഞ്ചരിക്കുന്നത് ഇവർക്ക് നല്ലതാണ്. ആർക്ക്? അശ്വതി, ഭരണി, കാർത്തികകാലുകാർക്ക് വളരെയധികം നല്ലതാണ്. 1, 2, 3, 4, 5ാം ഭാവമായിട്ടുള്ള മനസ്സിൻ്റെ സ്ഥാനത്തും സന്താന സ്ഥാനത്തിൻ്റെയും കേതുവിൻ്റെ സ്ഥിതിയും നമുക്ക് അത് സന്താനങ്ങൾക്കും മനസ്സിനും കുറച്ച് ദുരിതങ്ങൾ സമ്മാനിക്കുന്നുണ്ട്. അപ്പോൾ ഗുണദോഷ സമ്മിശ്രമായിട്ട് പറയുകയാണെങ്കിൽ 7ര കണ്ടകാല ശനിയാണ് അശ്വതി, ഭരണി, കാർത്തികകാലുകാർക്ക് നിലവിലുള്ളത്. 7ര കണ്ടകാലം നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നിങ്ങളുടെ ജാതകപ്രകാരം കർമ്മത്തിൻ്റെ അധിപനും ലാഭത്തിൻ്റെ അധിപനും കൂടെയാണ് ആര്? ശനി. അത് 12ൽ നിൽക്കുന്നത് നമുക്ക് അത്ര നല്ലതല്ലെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ശനി പ്രീതി വരുത്തുന്നതിന് വേണ്ടി നീലാഞ്ജനം വിളക്ക് കത്തിക്കാം, ഹനുമാൻ സ്വാമിയുടെ പൂജ ചെയ്യാം, ശിവഭജനം ചെയ്ത് പ്രാർത്ഥിക്കാം, ഗണപതി ഹോമം ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് അഷ്ടമരാശി ചൊവ്വയുടെ രാശിയിൽ വരുന്നതുകൊണ്ട് ഭദ്രകാളി ദേവി പ്രീതികളൊക്കെ വരുത്തിയാൽ അശ്വതി, ഭരണി, കാർത്തികകാലുകാർക്കരുടെ ദോഷങ്ങൾ മാറിക്കിട്ടുന്നതായിരിക്കും. അപ്പം ഇത്രയും ഫലസിദ്ധി പറഞ്ഞു. അടുത്തതായിട്ട് മിഥുനക്കൂറുകാരുടെ ഫലസിദ്ധിയാണ് പറയുന്നത്. മിഥുനക്കൂറുകാർക്ക് സൂര്യൻ ആരാകുന്നു? 3ാം ഭാവത്തിൻ്റെ അധിപനാണ്. 1, 2, 3ാം ഭാവത്തിൻ്റെ അധിപനാണ് സൂര്യൻ. ഈ സൂര്യൻ നിങ്ങൾക്ക് എങ്ങോട്ട് പോകുന്നു? 6ാം ഭാവത്തിലേക്ക് പോകുന്നു. അത് നല്ലതാണോ ചീത്തയാണോ എന്നുള്ള ഗ്രന്ഥത്തിൽ എന്താണ് പറയുന്നത് നോക്കാം. ശത്രുനാശം ഉണ്ടാകുമെന്ന് പറയുന്നു. ആദ്യത്തെ ഫലസിദ്ധി പറയുന്നു ശത്രുനാശം ഉണ്ടാകും. നിങ്ങൾക്ക് ആദ്യമായിട്ടുണ്ടാകുന്ന ഫലം, നിങ്ങൾക്ക് എന്തെങ്കിലും ശത്രുക്കളെ കൊണ്ടുള്ള ദോഷങ്ങളുണ്ടെങ്കിൽ അവരിൽ നിന്നും നമുക്ക് ദുരിതങ്ങൾക്കെന്ന് മോചനം ഉണ്ടാകുമെന്ന് പറയുന്നു. പിന്നെ പറയുന്നു മത്സരങ്ങളിൽ വിജയിക്കുമെന്നും ശത്രുക്കളിൽ നിന്നും പോലും നിങ്ങൾക്ക് ലാഭം വർദ്ധിക്കുമെന്നും എന്നാൽ ചില ദുഃഖ അനുഭവങ്ങൾ ഉണ്ടാകുമെന്നും രോഗഫലസിദ്ധിയും പറയുന്നുണ്ട്. ആർക്ക്? മിഥുനക്കൂറുകാർക്ക്. അപ്പം അത് പ്രത്യേകം നമ്മളൊന്ന് ശ്രദ്ധിക്കണം. മിഥുനക്കൂറുകാരുടെ ഫലസിദ്ധിയിൽ സൂര്യൻ 6ാം ഭാവത്തിലേക്ക് മാറുന്നത് നല്ലതാണ്. കൂടാതെ മിഥുനക്കൂറിലേക്ക് ഡിസംബർ മാസം 4ാം തീയതിയോടുകൂടി വ്യാഴത്തിൻ്റെ വരവ് നമുക്ക് നല്ലതുണ്ട്. ധനസ്ഥാനത്താണ് ഇപ്പോൾ വ്യാഴത്തിൻ്റെ സ്ഥിതിയുള്ളത്. അത് കുറച്ചുകൂടെ മെച്ചപ്പെടാനുള്ള സാധ്യതകൾ പറയുന്നുണ്ട്. കർമ്മഭാവമായിട്ടുള്ള 10ാം ഭാവത്തിൽ ശനി സഞ്ചരിക്കുന്നുണ്ട്. കണ്ടകശനി ഉണ്ട്, 2 വർഷത്തേക്കൂടെ ഉണ്ട്. എപ്പോഴും അത് തന്നെ പറയേണ്ടതായിട്ട് വരും. ശനിക്ക് മാറ്റമില്ലാത്തതുകൊണ്ടാണ് കണ്ടകശനി 2 വർഷം കൂടെ നിലനിൽക്കും. ഭാഗ്യസ്ഥാനത്തേക്ക് രാഹു 1 വർഷത്തെ സ്ഥിതിയും കൂടിയുണ്ട്. 3ാം ഭാവത്തിലെ കേതുവിൻ്റെ സ്ഥിതി നമുക്ക് 1 വർഷം കൂടെ ഉണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ ധനസ്ഥാനത്തേക്കാണ് വരാൻ പോകുന്നത് കേതു. അത് നമുക്കത്ര ഗുണകരമാവുമോ എന്നുള്ളത് അടുത്ത ഭാവത്തിൽ നമുക്ക് ചിന്തിക്കാം. ഇപ്പോൾ ആ കുഴപ്പമില്ല. നിലവിലുള്ള അവസ്ഥ വെച്ചുകൊണ്ട് നമ്മൾ ഭാഗ്യസ്ഥാനം പിതാവിൻ്റെ കുടുംബക്ഷേത്രത്തിൽ നാഗദൈവ പ്രീതി വരുത്തുക, അമ്മയുടെ കുടുംബക്ഷേത്രത്തിൽ ഗണപതി ഹോമം ചെയ്യുക, നീലാഞ്ജനം വിളക്ക് കത്തിക്കുക. ഇത്രയും കാര്യം ചെയ്താൽ മതി. മിഥുനക്കൂറുകാർക്കുള്ള ഫലസിദ്ധി. ശിവഭജനം
വിഷ്ണു പൂജ, ഗണപതി പൂജ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നല്ലതാണ്. ഈ ദോഷത്തിൻ്റെ ഫലസിദ്ധിയാണ് നമ്മൾ പറഞ്ഞത്. അടുത്തതായിട്ട് നമ്മൾ പറയുന്നത് കർക്കിടക കൂറുകാരുടെ ഫലസിദ്ധിയാണ് പറയുന്നത്. കർക്കിടക കൂറുകാർക്ക് നിലവിൽ എന്താണ് അവസ്ഥ എന്നുള്ളത് നമുക്ക് നോക്കാം. ഡിസംബർ 4 വരെ വ്യാഴം ജന്മത്തിൽ സഞ്ചരിക്കുന്നുണ്ട്. ധനസ്ഥാനത്തിൻ്റെ അധിപനായിട്ടുള്ള സൂര്യൻ നിങ്ങൾക്ക് 5-ാം ഭാവത്തിലേക്ക് രാശി മാറുന്നുണ്ട്. ഇത് 2 ഫലസിദ്ധി നമുക്ക് പ്രധാനമായിട്ട് നോക്കാം. അപ്പം സൂര്യൻ എങ്ങോട്ട് മാറുന്നു? 1, 2, 3, 4 5-ാം ഭാവത്തിലേക്ക് സൂര്യന്റെ മാറ്റം ബുദ്ധിവികാസം ഉണ്ടാകുമെന്നും സന്താനങ്ങൾക്ക് എന്നാൽ ദുരിതം ഉണ്ടാകുമെന്നും അല്ലെങ്കിൽ പിതൃവിന് ദുരിതങ്ങൾ ഉണ്ടാകാനും മനോദുരിതങ്ങൾ ഉണ്ടാകുമെന്നും സുകുമാരകലകളിൽ താല്പര്യം ഉണ്ടാകുമെന്നും ശിവഭജനത്തിൽ താല്പര്യവും വരുമെന്നും ജ്യോതിഷ ശാസ്ത്ര ഗ്രന്ഥം പറയുന്നുണ്ട്. അതിന് വിശദീകരിച്ചും പറയണം. നമ്മുടെ ബുദ്ധികൾക്കൊക്കെ വികാസം ഉണ്ടാകും എങ്കിൽ പോലും നമുക്ക് സന്താനഭാവങ്ങൾക്ക് 5-ാം ഭാവത്തിലേക്കാണല്ലോ, അപ്പോൾ സന്താനഭാവങ്ങൾക്ക് ദുരിതം, അതുപോലെ തന്നെയുള്ള ദുരിതഭാവങ്ങൾക്ക് ഒരു സ്ഥിതി പറയുന്നുണ്ട്. പിതാവിനുള്ള ദുരിതങ്ങളൊക്കെ പറയുന്ന ഒരു ഭാവമാണ് പൊതുവിൽ കാണിക്കുന്നത്. അപ്പോൾ സൂര്യൻ്റെ ഫലം അങ്ങനെയാണെങ്കിൽ പോലും നമുക്ക് വ്യാഴത്തെ കൊണ്ട് നമുക്ക് ഡിസംബർ 4 വരെ അനുകൂല സ്ഥിതിയുണ്ട്. പിന്നെ 12ലേക്ക് ഒരു മാറ്റമുണ്ട്. ഭാഗ്യസ്ഥാനത്ത് ശനിയുടെ സഞ്ചാരം, അഷ്ടമത്തിൽ രാഹു, ധനസ്ഥാനത്ത് കേതു. അങ്ങനെ നമുക്കിപ്പോൾ അനുകൂല ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്ന ഗ്രഹങ്ങൾ കുറഞ്ഞു നിൽക്കുന്ന ഒരു സമയമാണ്. പുണർദത്തിൽ കാല് പൂയോ ആയില്യം വരുന്ന കർക്കിടക കൂറുകാർക്ക്. ഈ ഒരു ഫലസിദ്ധി വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് ചോദിച്ചാൽ മഹാവിഷ്ണു പൂജയാണ് ഏറ്റവും പ്രധാനം. കാരണം രണ്ടാമത്തത് നാഗപൂജയും സുബ്രഹ്മണ്യസ്വാമി ഭജനങ്ങളും ചെയ്യേണ്ട ഒരു നക്ഷത്രക്കാരാണ്. ഞാൻ എപ്പോഴും ജ്യോതിശാസ്ത്രത്തിൽ പറയാറുണ്ട്, കർക്കിടക കൂറിൽ വരുന്ന പുണർദത്തിന്റെ കാലുഭാഗം പൂയം നക്ഷത്രക്കാരും ആയില്യം നക്ഷത്രക്കാർക്കും ഒരു പുണ്യം ചെയ്തിട്ടുള്ളവരാണ്. ഒന്ന് സാക്ഷാൽ ശ്രീരാമ ഭഗവാന്റെ നക്ഷത്രത്തിൽ വരുന്നവരും സുബ്രഹ്മണ്യസ്വാമിയുടെ നക്ഷത്രത്തിൽ വരുന്നവരും നാഗദൈവങ്ങളുടെ നക്ഷത്രത്തിൽ വരുന്നവരുമാണ് ഈ കർക്കിടക കൂറിൽ വരുന്ന നക്ഷത്രക്കാരെന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ പ്രധാനമായിട്ട് മഹാവിഷ്ണു ഭജനം ചെയ്യുക. പുണർദം നക്ഷത്രക്കാർ, പൂയം നക്ഷത്രക്കാർ സുബ്രഹ്മണ്യ ഭജനവും, ആയില്യം നക്ഷത്രക്കാർ നാഗദൈവ പ്രീതിയും വരുത്തുന്നത് വളരെയധികം ഉത്തമമായിരിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ നിങ്ങളുടെ ജാതകപ്രകാരം വ്യാഴം 12ലേക്ക് മാറുന്നുണ്ട്. അത് പ്രത്യേകമായിട്ടൊന്ന് സൂക്ഷിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യാഴം 12ലേക്ക് പോകുന്നത് എപ്പോഴും നമുക്ക് ഗുണകരമല്ല. നിങ്ങളുടെ ജാതകപ്രകാരം ലഗ്നാലോ ചന്ദ്രാലോ ചന്ദ്രരാശി പ്രകാരമോ ലഗ്നരാശി പ്രകാരമോ വ്യാഴം 3, 6, 8, 12 ഭാവങ്ങളിലാണോ നിൽക്കുന്നത് എന്ന് നിങ്ങൾ നോക്കുക. 3, 6, 8, 12 ഭാവങ്ങളിൽ നിൽക്കുന്നവരാണ് നിങ്ങൾ എങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന വ്യാഴപ്രീതി വരുത്തേണ്ടവരാണ് എന്നുള്ളത് പ്രത്യേകമായിട്ടൊന്ന് മനസ്സിലാക്കണം. അപ്പം നമ്മൾ ഇവിടം വരെയുള്ളവരുടെ കാര്യം പറഞ്ഞു. 1, 2, 3, 4, 5, 6 ഇത്രയും വരെ ഫലം പറഞ്ഞു. ചിങ്ങം കൂറുകാരുടെയും ഫലസിദ്ധി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് കന്നി കൂറുകാരുടെ ഫലസിദ്ധിയാണ് നമ്മൾ പറയുന്നത്. പ്രധാനമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം, ഉത്തരത്തിൽ മുക്കാല്, അത്തം, ചിത്തിര, കന്നിക്കൂറിൽ വരുന്നവർക്ക് പ്രധാനമായിട്ട് സൂര്യൻ നിങ്ങളുടെ 12-ാം ഭാവത്തിൻ്റെ അധിപനാണ്. നിങ്ങൾക്ക് 3-ാം ഭാവത്തിലേക്കാണ് മാറുന്നത് സൂര്യൻ്റെ മാറ്റം വരുന്നത്. അതുകൂടാതെ ലാഭസ്ഥാനത്ത് നിൽക്കുന്ന വ്യാഴം നിങ്ങൾക്ക് കർമ്മരാശിയിലേക്ക് മാറുന്നു. അത് രണ്ടും നിങ്ങൾക്ക് നല്ലത് തന്നെയാണ്. ലാഭസ്ഥാനവും നല്ലത് തന്നെ, കർമ്മരാശിയിലേക്ക് മാറ്റവും ഇപ്പോൾ വ്യാഴത്തിൻ്റെ രാശി മാറ്റം ഡിസംബർ 4 വരുന്നതും നല്ലത് തന്നെയാണ്. 7.5 കണ്ടകാല ശനിയുണ്ട് ദോഷമായിട്ട്. 12 നിൽക്കുന്ന കേതു നഷ്ടസ്ഥാനം, നാശസ്ഥാനം, വിദേശസ്ഥാനം എന്ന് പറയും. അപ്പം ഉത്തരത്തിൻ്റെ മുക്കാൽ, അത്തം, ചിത്തിര വരുന്ന വിദേശത്ത് താമസിക്കുന്നവരും നമ്മുടെ സ്വദേശത്തുള്ളവരും നിങ്ങൾക്ക് നഷ്ടം, നാശം, ദുരിതങ്ങളൊക്കെ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് കേതു പ്രീതി വരുത്തുന്നതിന് ഗണപതി ഹോമം ചെയ്യുക. നാഗദൈവ പ്രീതി വരുത്തുന്നത് വളരെയധികം ഉത്തമമായിരിക്കും. നീലാഞ്ജനം വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുക. കർമ്മപുരോഗതി വളരെയധികം ഉത്തമമായിട്ട് കാണിക്കുന്നുണ്ട്. സൂര്യൻ നിങ്ങൾക്ക് 12-ാം ഭാവാധിപൻ 3-ാം ഭാവത്തിലേക്ക് മാറുന്നതിൻ്റെ ഫലസിദ്ധിയാണ് പറയുന്നത്. ധൈര്യം ഉണ്ടാകുമെന്നും സുഖം ഉണ്ടാകുമെന്നും രാജാനുകൂല്യം ഉണ്ടാകുമെന്നും ധനപുരോഗതി ഉണ്ടാകുമെന്നും സഹോദരന്മാരുമായി ശത്രുതയിൽ ഏർപ്പെടാനുള്ള സാധ്യതയുണ്ടെന്നും പറയുന്നുണ്ട്. എന്നാൽ സൂര്യൻ ലഗ്നാലോ നിങ്ങൾ ജനിച്ച സമയത്ത് ബലവാനായിട്ടാണ് നിൽക്കുന്നവരുടെ ജാതകത്തിൽ നിൽക്കുന്നതെങ്കിൽ ആ കുഴപ്പമില്ലെന്നാണ് പറയുന്നത്. ബലവാനായിട്ട് നിൽക്കുക എന്ന് പറഞ്ഞാൽ മേടത്തിൽ ജനിക്കുക, ലഗ്നാധിപനാവുക, അങ്ങനെയൊക്കെ വരുന്ന ഒരു 4, 7, 10 കേന്ദ്രഭാവങ്ങളിലൊക്കെ നിൽക്കുന്നതിനാണ് ഗുണമായിട്ട് പറയുന്നത്. അപ്പം നമ്മൾ ഇത്രയും രാശിക്കാരുടെ ഫലസിദ്ധി പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് നമുക്ക് തുലാക്കൂറുകാരുടെ ഫലസിദ്ധിയാണ്. തുലാക്കൂറിൽ ആരൊക്കെയുള്ളത്? ചിത്തിര, ചോതി, വിശാഖത്തിൻ്റെ മുക്കാല് വരുന്ന തുലാക്കൂറുകാർ പ്രധാനമായിട്ട് മനസ്സിലാക്കണം, നിങ്ങളുടെ ലാഭത്തിൻ്റെ അധിപനാണ് നിങ്ങളുടെ ധനസ്ഥാനത്തേക്ക് വരുന്നത്. ലാഭത്തിൻ്റെ അധിപൻ ധനസ്ഥാനത്തേക്ക് വരുന്നത് നിങ്ങൾക്ക് ജീവിതകാലം മുഴുവൻ നല്ലതായിരിക്കും. എപ്പോഴും വരുന്നത്. ഓരോ വർഷങ്ങളിലും നിങ്ങൾക്ക് ലാഭത്തിൻ്റെ അധിപൻ ധനസ്ഥാനത്തേക്ക് വരും. അതുകൂടാതെ നിങ്ങളുടെ ജാതകപ്രകാരം നിങ്ങൾ ജനിച്ച സമയത്ത് നിങ്ങൾ ചിത്തിര, ചോതി, വിശാഖ നക്ഷത്രക്കാരായതുകൊണ്ടാണല്ലോ നമ്മളിങ്ങനെ പറയുന്നത്. നിങ്ങളുടെ ലഗ്നവും കൂടി ഇവിടെ വരുവാണെങ്കിൽ നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ ലഗ്നാധിപനും ലാഭാധിപൻ എപ്പോഴും സൂര്യൻ തന്നെയായിരിക്കും. ചന്ദ്രൻ ലഗ്നം ഒരുമിച്ച് വരികയോ അല്ലെങ്കിൽ ലഗ്നം ഇവിടെ മാത്രം വരികയോ ചന്ദ്രൻ ഇവിടെ വരികയോ ചെയ്തു കഴിഞ്ഞാൽ
നിങ്ങളുടെ ലാഭത്തിൻ്റെ അധിപനാണ് ധനസ്ഥാനത്തേക്ക്. നിങ്ങൾ കോടീശ്വരനായി മാറുകയും ധനപുരോഗതി ഉണ്ടാവുകയും ചെയ്യും. നിങ്ങൾ ജാതകം വേണേൽ എടുത്ത് പരിശോധിച്ച് നോക്കിക്കൂ. ഒന്നുമില്ലായ്മയിൽ നിന്നും കോടീശ്വരന്മാരായി മാറുന്ന ഒരു നക്ഷത്രക്കാരാണ് തുലാക്കൂറിൽ വരുന്നവർ. തുലാക്കൂറിൽ വരുന്നവരും തുലാം ലഗ്നമായിട്ടുള്ളവരും സൂര്യൻ ഇവിടെ വരണം. വൃശ്ചിക മാസത്തിലായിരിക്കണം നിങ്ങൾ ജനിക്കുന്നത്. ഇപ്പോൾ വൃശ്ചിക 1 മുതൽ വൃശ്ചിക 30 വരെ ജനിക്കുന്ന കുട്ടികൾക്ക് 1-ാം തീയതി മുതൽ 30-ാം തീയതി വരെയുള്ള സൂര്യൻ്റെ സഞ്ചാരം അനുസരിച്ച് സൂര്യൻ നിങ്ങൾക്ക് ധനസ്ഥാനത്താണ് ജനിക്കുന്നത്. അടുത്ത മാസം ആരെങ്കിലും പ്രസവിക്കാനൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾ ചിന്തിക്കുക വളരെയധികം ഉത്തമമായിരിക്കും. വൃശ്ചിക 1 മുതൽ അങ്ങോട്ട് ഒരു 10-ാം തീയതിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ബലം കൂടുന്ന സമയമാണ്. അപ്പം മനസ്സിലാക്കി വെക്കുക, അത് നിങ്ങൾക്ക് വളരെയധികം നല്ലതാണ്. എങ്കിൽ ലാഭസ്ഥാനത്ത് കേതുവിൻ്റെ സ്ഥിതി ഉള്ളതിനാൽ ഗണപതി ഭജനവും നാഗദൈവപ്രീതി വരുത്തണം. നിങ്ങൾക്ക് കർമ്മത്തിൽ സഞ്ചരിക്കുന്ന വ്യാഴം ഭാഗ്യസ്ഥാനത്തേക്ക് മാറുകയാണ്. അത് രണ്ടും നേരത്തെ പറഞ്ഞതുപോലെ കന്നിക്കൂറുകാർക്ക് പറഞ്ഞതുപോലെ നല്ലത് തന്നെയാണ്. അപ്പോൾ കർമ്മസ്ഥാനത്തുനിന്ന് ഭാഗ്യസ്ഥാനത്തേക്ക് വ്യാഴം മാറുന്നുണ്ട്. ഭാഗ്യവർദ്ധനവും കാര്യങ്ങളും ഉണ്ട്. കണ്ടകശിനി ഇല്ലാത്ത സമയമാണ്. രാഹുവിൻ്റെ വലിയ ദോഷമുള്ള സമയമല്ല. 1, 2, 3, 4, 5-ാം ഭാവമാണ് രാഹു നിൽക്കുന്നത്. നല്ലതാണ്. ഒരു കുഴപ്പമില്ലാത്തൊരു സ്ഥാനമാണെങ്കിലും നാഗദൈവപ്രീതി വരുത്തുന്നത് ഉത്തമമായിരിക്കും. അടുത്തതായിട്ട് ധനുക്കൂറുകാരുടെ ഫലസിദ്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആദ്യം വ്യാഴം ആരാണ്? 9-ാം ഭാവത്തിലെ ഭാഗ്യത്തിൻ്റെ അധിപനാണ് എപ്പോഴും. ആര്? സൂര്യൻ. നിങ്ങളുടെ ലഗ്നം ഇവിടെ വരുവാണെങ്കിലും നിങ്ങളുടെ ലഗ്നം ഇവിടെ വരികയാണെങ്കിലും ഇപ്പം ചന്ദ്രൻ ഇവിടെ വരുന്നത് കൊണ്ടാണല്ലോ നമ്മൾ മൂലം പൂരാട് ഉത്രാടത്തിൽ കാലം എന്ന് പറയുന്നത്. ലഗ്നം ഇവിടെ വരുവാണെങ്കിൽ നിങ്ങൾക്ക് സ്ഥിരമായ ഒരു ഭാഗ്യാധിപൻ കൂടിയാണ് സൂര്യൻ എന്ന് പറയുന്നത്. ഓരോരുത്തരും എന്നോട് ചോദിക്കാറുണ്ട് ഏത് ദേവതകളെ ഉപാസിക്കണം എന്ന് നമ്മളോട് ചോദിക്കാറുണ്ട്. അപ്പം ആ ഉപാസനാമൂർത്തികളുടെ കാര്യങ്ങൾ നമ്മൾ പറയുന്നത് എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് 9-ാം ഭാവാധിപനും 5-ാം ഭാവാധിപനെയാണ് ഉപാസിക്കേണ്ടതെന്ന് പറയും. കൂടാതെ കുടുംബപരദേവതയിൽ ആരെ പൂജിക്കണമെന്ന് പലരും ചോദിക്കാറുണ്ട്. നമ്മൾ പറയാറുണ്ട് കുടുംബദേവത എന്ന് പറഞ്ഞാൽ അമ്മയുടെയാണ്, കുലദേവത അച്ഛൻ്റെയാണ്. ആരെ ഉപാസിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ജാതകപ്രകാരം 5-ാം ഭാവാധിപനെയും 9-ാം ഭാവാധിപനെയും. ഇതെങ്ങനെ കണ്ടുപിടിക്കാം എന്ന് ചോദിച്ചാൽ ഒന്ന് ചന്ദ്രനെ കൊണ്ടും കണ്ടുപിടിക്കാം, നിങ്ങളുടെ ജാതകത്തിലെ ലഗ്നത്തെ കൊണ്ട് കണ്ടുപിടിക്കാം. അപ്പം നിങ്ങളുടെ ജാതകപ്രകാരം ഇപ്പം നമ്മൾ പറഞ്ഞു വന്നിട്ടുണ്ടെങ്കിൽ ഇവരുടെ കാര്യമാണ് പറഞ്ഞത്. ആരുടെയാ? ധനുക്കൂറുകാരുടെ ചന്ദ്രഭാവം കൊണ്ട് നിങ്ങൾ 9-ാം ഭാവാധിപൻ ഇദ്ദേഹവും 5-ാം ഭാവാധിപൻ ചൊവ്വയുമാണ്. അപ്പോൾ അത് മനസ്സിലായല്ലോ. അപ്പോൾ ചൊവ്വ എന്ന് പറയുമ്പോൾ ഓജ ചൊവ്വയാണ്. അപ്പോൾ സുബ്രഹ്മണ്യനാണ് നിങ്ങളുടെ ഉപാസനാമൂർത്തിയിട്ട് വരുന്നത്. അതുപോലെ തന്നെ സൂര്യഭഗവാനായിട്ടുള്ള സൂര്യനും ശൈവഗണമൂർത്തികളായിട്ടുള്ള ശിവഭഗവാനും അതുപോലുള്ള മൂർത്തികളും നിങ്ങൾക്ക് ഉപാസനാമൂർത്തിയായിട്ട് എടുക്കാം. ഇതെല്ലാവരുടെയും ഇതുപോലുള്ള കാര്യങ്ങൾ പറയാൻ പോകുമ്പോൾ ഒരുപാട് സമയം പോകും. 5-ാം ഭാവാധിപനെയും 9-ാം ഭാവാധിപനെയും ഇപ്പം നിങ്ങൾക്ക് ആരാ 5-ാം ഭാവാധിപൻ ആരാന്ന് നോക്കിക്കോ. നിങ്ങൾ 1, 2, 3, 4, 5 ശുക്രനായിരിക്കും കേട്ടോ. 9-ാം ഭാവാധിപൻ എവിടെ വരും? ഇവിടെ വരും. അതായത് ഇവർക്ക് 1, 2, 3, 4, 5-ാം ഭാവാധിപനും അതുപോലെ തന്നെ 9-ാം ഭാവാധിപൻ വരെ ബുധൻ വരും. ഈ കുറുകാർക്ക് ഇവർക്ക് ആര് വരും? 5-ാം ഭാവാധിപൻ ബുധനും വരും. 9-ാം ഭാവാധിപൻ എവിടെ വരും? ഇതും വരും, ശുക്രനും വരും. ബുധനും ശുക്രനും വരും. ഇപ്പം നിങ്ങൾക്ക് എന്താ ഈ മേടക്കൂറുകാർക്ക് 9-ാം ഭാവാധിപൻ ആരാണ്? വ്യാഴമാണ് കേട്ടോ. 5-ാം ഭാവാധിപൻ ആരാണ്? സൂര്യനാണ്. ഇങ്ങനെ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ലഗ്നത്തെ കൊണ്ടും ചന്ദ്രനെ കൊണ്ടും ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവും. അപ്പോൾ ധനുക്കൂറുകാർക്ക് സൂര്യൻ 12-ൽ വരുന്നു. ഭാഗ്യത്തിൻ്റെ അധിപൻ 12-ൽ വരുന്നത് നമുക്ക് നല്ലതല്ല എന്നുള്ളതാണ് ജ്യോതിശാസ്ത്രപരമായിട്ട് പറയുന്നത്. കാരണം ഭാഗ്യത്തിൻ്റെ അധിപൻ 12-ൽ മറയുകയാണ്. അപ്പോൾ നമുക്ക് ക്ലേശങ്ങൾ, ധനഹാനി, കുടുംബ ദുരിതങ്ങൾ, കലഹം, യാത്രാക്ലേശം, വിദേശത്ത് ദുരിതങ്ങൾ എന്നിവ ഫലമായിട്ട് വരാൻ സാധ്യത കാണിക്കുന്നുണ്ട്. എങ്കിലും ഡിസംബർ മാസം 4-ാം തീയതിയോടുകൂടി വ്യാഴത്തിൻ്റെ ഒരു ദൃഷ്ടി വരുന്നതോടുകൂടി ആ ദോഷങ്ങൾ മാറിക്കിട്ടും. അപ്പം വൃശ്ചിക മാസം പകുതി വരെ ഗുണദോഷ സമ്മിശ്ര ഫലസിദ്ധിയാണ് കാണിക്കുന്നത്. ഇപ്പോഴും വ്യാഴം മറിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് വൃശ്ചിക 1 മുതൽ 16 വരെയുള്ള സമയം നമുക്ക് ഇച്ചിരി കാര്യമായ ദോഷമുണ്ട്, കണ്ടകശിനിയും കൂടെ ഉണ്ട്. ഇപ്പോഴൊരു കാര്യം എടുത്താൽ പൊക്കാത്ത കാര്യങ്ങളൊന്നും എടുത്ത് ഇപ്പോൾ തലയിലോട്ട് വെക്കരുത് ധനുക്കൂറുകാർ. ഈ വൃശ്ചിക മാസം 16-ാം തീയതി കഴിയട്ടെ, എന്താണെന്ന് വെച്ചാൽ ചെയ്തു, ഒരു കുഴപ്പമില്ല. അതുകൂടാതെ സൂര്യൻ ഇങ്ങോട്ട് വരുമ്പോൾ ഭാഗ്യാധിപൻ ഇങ്ങോട്ട് വരുന്നു, ലഗ്നത്തിലേക്ക് വരുന്നു. അപ്പം നേരത്തെ പറഞ്ഞ പോലെ ധാർമ്മികമായ മനസ്സ്, നമുക്ക് ധനപുരോഗതി, ഐശ്വര്യം, ഭാഗ്യം എന്നിവ ധനുമാസം 1-ാം തീയതി മുതൽ വരും ധനുക്കൂറുകാർക്ക്. അടുത്തതായിട്ട് നമുക്കിനി പറയാനുള്ളത് ഇവരുടെ ഫലമാണ്. ഇവരുടെ ഫലം പറഞ്ഞു, നമ്മൾ നേരത്തെ പറഞ്ഞു തോന്നുന്നു. നോക്കട്ടെ ഒന്നും ഇല്ല. ഇവരുടെ ഫലമാണ് നമ്മൾ പറഞ്ഞത്. ആരുടെയാ? മകരക്കൂറുകാരുടെ ഫലം പറഞ്ഞില്ല, കുംഭക്കൂറുകാരുടെ ഫലസിദ്ധി പറഞ്ഞിട്ടുണ്ട്. ഇടയ്ക്കൊന്ന് വീഡിയോ കട്ടായിപ്പോയി, കാരണം സ്റ്റോറേജ് സ്പേസ് ഇല്ലാതെ ഓഫായിപ്പോയി. നമ്മൾ അറിഞ്ഞില്ല. വീഡിയോ എല്ലാം എടുത്തു കഴിഞ്ഞതിന് ശേഷം നോക്കിയപ്പോഴാണ്. ഇന്ന് ക്യാമറമാന്മാരൊന്നും വരാത്തതുകൊണ്ട് നമ്മൾ ഇന്ന് ഐഫോണിൽ തന്നെയാണ് വീഡിയോ എടുക്കുന്നത്. അപ്പം നമ്മൾ നേരത്തെ കുംഭക്കൂറുകാരുടെ ഫലസിദ്ധി പറഞ്ഞു. ഇപ്പം നമ്മൾ പറയുന്നത് മകരക്കൂറുകാരുടെ ഫലസിദ്ധിയാണ് പറയുന്നത്. അപ്പം മകരക്കൂറുകാർക്ക് പ്രധാനമായിട്ട് എന്ത് മനസ്സിലാക്കണം? അഷ്ടമത്തിൻ്റെ അധിപൻ
ലാഭസ്ഥാനത്തേക്ക് വരിക. അഷ്ടമാധിപൻ ലാഭസ്ഥാനത്തേക്ക് വരുന്നത് നമുക്ക് നല്ലതാണെന്നാണ് ജ്യോതിശാസ്ത്രം പറയുന്നത്. 6ാം ഭാവാധിപനും അഷ്ടമാധിപനും ലാഭസ്ഥാനത്തേക്ക് വരുന്നത് എപ്പോഴും നമുക്ക് നല്ലതാണ്. അപ്പം നമുക്ക് ഇവിടെ ജ്യോതിശാസ്ത്ര ഗ്രന്ഥത്തിൽ പറയുന്നത് നോക്കാം. ധനലാഭം ഉണ്ടാകുമെന്നും ശുഭകാര്യ കർമ്മങ്ങൾ ഉണ്ടാകുമെന്നും ഉദ്യോഗസ്ഥിതി ഉണ്ടാകുമെന്നും കുടുംബസൗഖ്യം ഉണ്ടാകുമെന്നും വാഹനങ്ങൾ ആഭരണങ്ങൾ എന്നിവയുടെ ലാഭം ഉണ്ടാകുമെന്നും ദേഹസൗഖ്യം ഉണ്ടാകുമെന്നും ജ്യോതിശാസ്ത്രം ഫലം പറയുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ദോഷപരമായിട്ട് ആരെങ്കിലും നിൽപ്പുണ്ടോ നമുക്ക് നോക്കാം. അപ്പം നിങ്ങൾക്കിപ്പം നിലവിൽ വ്യാഴം അനുകൂല ഭാവത്തിലാണ് കുംഭക്കൂറുകാർക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. വ്യാഴം നിങ്ങൾക്ക് ഡിസംബർ മാസം 4 വൃശ്ചികം 16 ശത്രുസ്ഥാനമായ സ്ഥാനത്തേക്ക് മാറും. അത് സൂക്ഷിക്കണം 6 മാസത്തേക്ക്. ഡിസംബർ 4 മുതൽ കണ്ടകശനി ഇല്ല, ഏഴരകണ്ഠകാല ശനിയൊന്നും ഇല്ലാത്തൊരു സമയമാണ്. പൊതുവിൽ നമുക്ക് വ്യാഴത്തിൻ്റെ ഒരു അഷ്ടമാധിപത്യം ഉള്ളതുകൊണ്ടും സൂര്യൻ്റെ വരവോടുകൂടിയും നമുക്ക് പ്രധാനമായിട്ട് ചിന്തിക്കുന്ന കാര്യങ്ങളെ കൊണ്ട് ദോഷഫലസിദ്ധിയായിട്ട് നമുക്ക് പറയേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നാഗദൈവ പ്രീതിയും വരുത്തണം, ഗണപതി ഭജനവും ചെയ്യണം, മഹാവിഷ്ണു ഭജനവും ചെയ്ത് പ്രാർത്ഥിക്കണം എന്നുള്ളതാണ് ഇപ്പോൾ പ്രധാനമായിട്ട് പറയുന്നത്. പിന്നെ നിങ്ങളുടെ അധിപൻ ശനിയാണല്ലോ, അപ്പം ഹനുമാൻ സ്വാമി പൂജയും ഒക്കെ ചെയ്യുന്നത് വളരെയധികം ഉത്തമമായിരിക്കും. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ കൂടാതെ നേരത്തെ ഞാൻ പറഞ്ഞപ്പോൾ ഒരു വീഡിയോ ഇവിടെ കട്ടായി പോയായിരുന്നു. അപ്പം നമ്മൾ അത് നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇവിടെ പറയാൻ പോകുന്നത്. ഇത് നിങ്ങൾ ജീവിതകാലം മുഴുവൻ നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരുന്നൊരു കാര്യമാണ്. ഓരോ നക്ഷത്രക്കാരും മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ, ഇത് ഞാൻ ഒരുപാട് നേരം എടുത്ത് പറഞ്ഞൊരു കാര്യമാണ്, പക്ഷേ അന്നേരം വീഡിയോ കട്ടായിപ്പോയി. ഒന്നുകൂടി പറയാം, അത് പറയാതെ നമ്മൾ ഈ മുന്നോട്ട് പോയിട്ട് കാര്യമില്ല. നമ്മളിപ്പോൾ ഈ വീഡിയോ ഏത് വീഡിയോ ആയാലും കാണുമ്പോൾ നമ്മൾ നക്ഷത്രഫലം കാണുന്നുണ്ട്. ഈ ഒരു ചോദ്യ നക്ഷത്രക്കാരനാണ് ഈ വീഡിയോ കാണുന്നത് എന്ന് കരുതുക. ഒരു ചോദ്യ നക്ഷത്രക്കാരനാണ് ഈ വീഡിയോ കാണുന്നത്, ചുമ്മാ പറയുന്നു. അപ്പോൾ ഇദ്ദേഹത്തിന് ഒരു 60 വയസ്സുണ്ടെന്ന് വിചാരിച്ചാൽ, വേറൊരു ആൾ 50 വയസ്സ്, വേറൊരാൾ 40 വയസ്സ്, വേറൊരാൾ 30 വയസ്സ്, വേറൊരാൾ 20 വയസ്സ്. അപ്പോൾ അതുവരെ കൂട്ടിയാൽ മതി. ഈ താഴെയുള്ളവരാരും ജ്യോതിഷം നോക്കാൻ സാധ്യത കുറവാണ്. അപ്പോൾ ഈ കുട്ടി ജനിക്കുന്ന ഒരാൾ ചോദ്യ നക്ഷത്രക്കാരൻ, 4 ചോദ്യ നക്ഷത്രക്കാരനുണ്ട്. ഒരാൾ ദിവാകരൻ, ഇത് ദിവാകരൻ, ഇത് ബഷീർ, ഇത് വർഗീസ്. ഇതാരെങ്കിലും 2 പേരെയും കൂടെ കൂട്ടിക്കോ. ഒരു സ്ത്രീകളായിട്ടുള്ള 2 പേരെ കൂട്ടിക്കോ. ധന്യ, സിന്ധു. 60 വയസ്സുള്ളൊരു സിന്ധു എന്ന് പറഞ്ഞൊരു ചേച്ചിയും 50 വയസ്സുള്ളൊരു ചേച്ചിയും, വർഗീസ് ആണെന്നു, ബഷീർ 30 വയസ്സ്, ദിവാകരൻ 20 വയസ്സ്. ഇത്രയും പേര് നക്ഷത്രം ചോദ്യമാണ്. അപ്പോൾ അവർ ജ്യോതിഷം കേൾക്കുവാണ്. അപ്പോൾ ജ്യോതിഷം കേൾക്കുമ്പോൾ നിങ്ങൾ ജനിക്കുന്നത് രാഹുവിൻ്റെ ദശയിലാണ്. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 25 വയസ്സ് വരെ നിങ്ങൾക്ക് രാഹു കഴിഞ്ഞാൽ വ്യാഴദശയായിരിക്കും. അത് കഴിഞ്ഞാൽ 25 വയസ്സ് തൊട്ട് രാഹു കഴിഞ്ഞാൽ വ്യാഴം കഴിഞ്ഞാൽ പിന്നെ ശനിയായിരിക്കും. 44 വയസ്സ് വരെ ശനിയായിരിക്കും. 17, 61 വയസ്സ് വരെ ബുധനുമായിരിക്കും. ബുധൻ 19 വർഷം ശനി. അപ്പോൾ നമ്മൾ നോക്കിക്കോളുക, 20 വയസ്സുള്ള ഒരാളാണ് കാണുന്നതെങ്കിൽ ആ കക്ഷിക്ക് ഇപ്പോൾ എന്ത് ദശയാണ് നമുക്ക് മനസ്സിലാക്കി. 25 വയസ്സ് വരെ വ്യാഴമാണ്. 25 വയസ്സ് വരെ വ്യാഴമാണ്. 9 വയസ്സ് മുതൽ 25 വയസ്സ് വരെ ഏകദേശ കണക്കുകൂട്ടുകളാണ് അത് പറയുന്നത്. അപ്പോൾ 25 വയസ്സുള്ള ഒരു പെൺകുട്ടി, 20 വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ് ഇത് കാണുന്നതെങ്കിൽ ആ കുട്ടി ജ്യോതിഷത്തെ കേൾക്കേണ്ട കാര്യം വരുന്നില്ല. ആ കുട്ടിക്ക് നല്ല വിദ്യാഭ്യാസ പുരോഗതി, നല്ല സൗന്ദര്യം, ടിക്ടോക്കിലോ അല്ലെങ്കിൽ റീൽസായിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഗുണം, സിനിമയിൽ ചാൻസ്, കലാപരമായിട്ടുള്ള കഴിവ്, പാട്ട് പാടാനുള്ള കഴിവ് എല്ലാം ഉണ്ടെന്ന് വിചാരിക്കുക. വ്യാഴമാണല്ലോ ഉള്ളത്. അപ്പോൾ എല്ലാം കൊണ്ട് ഞാനൊരു ശ്രേഷ്ഠയാണെന്നും ഞാൻ മിടുക്കിയാണെന്നും ഞാൻ ഭാഗ്യവതിയാണെന്നും എൻ്റെ കഴിവാണ് ഈ ലോകത്ത് എന്നെ നിയന്ത്രിക്കുന്നതെന്നും എന്നൊക്കെ ആ കുട്ടിക്ക് ചിലപ്പോൾ തോന്നാം. അത് കഴിഞ്ഞ് 25 വയസ്സിനടുക്കുമ്പോൾ ഈ പെൺകുട്ടിക്ക് ഒരു കല്യാണം വന്നു എന്ന് വിചാരിക്കുക. അപ്പം 19 വയസ്സും നേരത്തെ ഞാൻ പറഞ്ഞതാണ്, ഈ വീഡിയോയിലുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, എങ്കിലും ഇതൊരു പ്രധാനപ്പെട്ട പോയിൻ്റാണ്. ഒരുപാട് പേര് ചോദിക്കുന്നത് കൊണ്ട് ചിലപ്പോൾ റിപ്പീറ്റ് ആണോ എന്ന് എനിക്കറിയത്തില്ല. കാരണം നേരത്തെ വീഡിയോ കട്ടായിപ്പോയത് പറഞ്ഞിടത്താണോ കട്ടായിപ്പോയത്, റെക്കോർഡിങ് അടുത്താണോ കട്ടായിപ്പോയെന്ന് അറിയാൻ വയ്യ. വീണ്ടും ഒന്നുകൂടെ പറയുവാണെന്നാണ്. ഇത് മാത്രമേ പറയുന്നുള്ളൂ. വേറെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ അതിൻ്റെ കൂടെ ചേർത്ത് പറഞ്ഞിരിക്കുന്നു. ഇത് പറയുമ്പോൾ എല്ലാവർക്കും മനസ്സിലാകും. റിപ്പീറ്റ് ആണേ ക്ഷമിക്കുക. അപ്പോൾ 25 വയസ്സ് കഴിയുമ്പോൾ ഇവരുടെ കല്യാണം കഴിഞ്ഞു എന്ന് വിചാരിക്കുക. കഴിഞ്ഞപ്പോൾ തന്നെ ശനി ആരംഭിച്ചിരിക്കുന്നു. 26 വയസ്സ് മുതൽ ശനിയാണല്ലോ, 44 വയസ്സ് വരെ. അപ്പോൾ അവർ മംഗല്യം നടത്തിയ ആളിനെ കുറ്റം പറയും. പുരുഷനെയാണെങ്കിൽ പുരുഷൻ കുറ്റം പറയും, പുരുഷൻ സ്ത്രീയെ കുറ്റം പറയും. കാരണം നിങ്ങളെ കല്യാണം കഴിച്ച ശേഷമാണ് എനിക്ക് ദുരിതം വന്നിരിക്കുന്നതെന്ന് ഈ കുട്ടി വിചാരിക്കാൻ സാധ്യതയുണ്ട്. ഇതുപോലെ പുരുഷനും വിചാരിക്കാൻ കാര്യമുണ്ട്, എവളെ എന്ന് കല്യാണം കഴിച്ചോ അന്ന് പോലെ എനിക്ക് ദുരിതമാണെന്ന് പറയാൻ കാര്യമുണ്ട്. അങ്ങനെ തമ്മിൽ പിണക്കം, വിവാഹമോചനമൊക്കെ നേടി
ഒരുവിധം ഇനി കല്യാണമൊന്നും കഴിക്കുന്നില്ലെന്നൊക്കെ വിചാരിച്ച് എല്ലാം പോയിട്ട് 44 വയസ്സ് വരെ ഇവരെ ശനി അനുഭവിക്കും. നേരെ മറിച്ച് ജ്യോതിഷം നോക്കുന്ന ആൾ, ഒരു ഈശ്വരവിശ്വാസമുള്ള ആൾ, അല്ലെങ്കിൽ ദൈവാധീനം നോക്കുന്ന ആൾ, അല്ലെങ്കിൽ ഭഗവാനെ സ്മരിക്കുന്ന ഒരാളാണെങ്കിൽ ശനിയുടെ കാഠിന്യമാണ് എൻ്റെ ദുരിതങ്ങൾക്കെല്ലാം കാരണം ആയിരിക്കാം. നമുക്കൊന്ന് പരിശോധിച്ച് കളയാം. ഒന്നുകിൽ ജ്യോതിഷം നോക്കാൻ ആരെങ്കിലും വിളിച്ച് നോക്കാം, അല്ലെങ്കിൽ നമുക്ക് യൂട്യൂബിലുള്ള വീഡിയോസൊക്കെ കണ്ടു നോക്കാം. രണ്ടും അല്ലെങ്കിൽ നമുക്കൊരാളെ വിളിച്ച് ഒരു ഉപദേശം തേടാം. അവരെന്തും പറഞ്ഞോട്ടെ, നല്ലത് പറഞ്ഞോട്ടെ, മോശം പറഞ്ഞോട്ടെ, അതിൽ നമുക്കൊരു ഉപദേശം തേടാം. അപ്പോൾ അവർ പറയാം, നിങ്ങൾക്ക് ഇപ്പോൾ ശനി ദശാകാലമാണ്, ശനി നീചഭാവത്തിൽ നിൽക്കുമ്പോഴാണ് താങ്കൾ ജനിച്ചിട്ടുള്ളത്, ശനിക്ക് മൗഢ്യവും കാണിക്കുന്നുണ്ട്, ശനി ദുരിതഭാവത്തിൽ നിൽക്കുവാണ്, അപ്പോൾ നിങ്ങൾ എന്ത് വേണം ചെയ്യാൻ? അപ്പം നീലാഞ്ജനം വിളക്ക് കത്തിക്കുക, ശാസ്താവിന് പൂജകൾ ചെയ്യുക, നീല ശംഖുപുഷ്പം കൊണ്ട് പുഷ്പാഞ്ജലി സമർപ്പിച്ച് ഹനുമാൻ സ്വാമിക്ക് ഒരു പൂജ ദമ്പതിമാർ ചേർന്നൊന്ന് ചെയ്യുക എന്ന് പറയുമ്പോൾ തന്നെ ഇവരുടെ ദുരിതം മാറിപ്പോയിട്ട് ഇവർക്ക് വലിയ സന്തോഷം വരികയും ജീവിതത്തിലുള്ള ദുരിതങ്ങളെ ഒരു മാറ്റം ഉണ്ടാവുകയും ചെയ്യുമ്പോൾ ഇതുണ്ടാവും. അല്ലെങ്കിൽ എന്ത് പറ്റും? ദാമ്പത്യ മോചനം നേടി ഒരു കാര്യവുമില്ലാതെ വാശി പിടിച്ച് കേസിനകത്തൊക്കെ ചെന്ന് വിട്ട് അങ്ങനെ കാലങ്ങളെല്ലാം ശിക്ഷയെല്ലാം അനുഭവിച്ചെല്ലാം കഴിയുമ്പോൾ 44 വയസ്സാവും. ഏതെങ്കിലും കേസിനകത്തൊക്കെ പോയി പിടുകയൊക്കെ ചെയ്യും. ശനി എന്ന് വെച്ചാൽ ബന്ധനം ഉണ്ടാകുന്നതിനും കൂടെ ചേർത്താണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ 30 വയസ്സുള്ള ആൾ എന്ത് കരുതുന്നു? അയാൾക്ക് ശനിയാണ്. ഇനി നമ്മൾ 50 വയസ്സുള്ള ഒരാളിനെ എടുക്കുമ്പോൾ എന്തായി? അയാൾക്ക് എന്ത് വന്നു? 50 വയസ്സുള്ള ധന്യയ്ക്ക് എന്തായിരിക്കും? ബുധൻ്റെ ദശയായിരിക്കും. 60 വയസ്സ് വരെയുള്ള ആൾക്ക് എന്തുമായിരിക്കും? അത് ബുധനായിരിക്കും. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഓരോരോ ഗ്രഹസ്ഥിതികൾ ചിന്തിക്കുമ്പോൾ ഓരോ പ്രായത്തിനനുസരിച്ച് നമുക്ക് ഇത് വ്യത്യാസം വരും. ഏത്? ദശാപഹാരകാലം. നക്ഷത്രം പറയുന്നത് ചോതി എന്നായിരിക്കും, അല്ലെങ്കിൽ രോഹിണി എന്നായിരിക്കും, അല്ലെങ്കിൽ ഇതായിരിക്കും. അപ്പോൾ ഇതുപോലുള്ള കാര്യം പൂർണ്ണമായിട്ടും എനിക്ക് പറയാൻ പറ്റും, പക്ഷേ വീഡിയോയ്ക്ക് ഒരുപാട് ലിങ്ക്സ് കൂടുന്നത് കൊണ്ട് അത് പറയാൻ ഒരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഇപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്നത്തെ ജ്യോതിഷ ചാനൽ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.